നമസ്തേ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമായ മലപ്പുറം മഞ്ചേരിയിലെ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവുകൾ പുറത്ത്. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപക ഫണ്ട് പിരിവ് നടക്കുന്നു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി. PFI ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം. PFIയുടെ നിരോധനത്തിന് പിന്നാലെ സത്യസരണിയിലെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 3 സത്യസരണി ചെയർമാൻ അബ്ദുറഹ്മാൻ ബാഖവി സക്കാത്ത് ആഹ്വാനം നടത്തുന്ന വീഡിയോ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അവതരിപ്പിക്കുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്കും മതവിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത പാരമ്പര്യ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന മഞ്ചേരിയിലെ മഹത്തായ സ്ഥാപനമായ സത്യസരണി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാരിച്ച ചെലവ് വരുന്ന ഇതിൻ്റെ നടത്തിപ്പിലേക്ക് നിങ്ങളുടെ സക്കാത്ത്, സദക്ക, മറ്റ് ദാനധർമ്മങ്ങൾ എന്നിവയുടെ നല്ലൊരു പങ്ക് മാറ്റിവെക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും. അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സത്യസരണിയുടെ സഹായികളാവുക. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. നിരോധിത സംഘടനയായ PFI പുനരുജ്ജീവിപ്പിക്കുന്നു. സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ആരിഫ് ഹുസൈൻ, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹൃദയമായിരുന്നു സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രം. അനവധി പരാതികൾ ലഭിച്ചിട്ടും നമ്മുടെ കേരള പോലീസ് ആ ഏരിയയിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്തപ്പോഴായിരുന്നു NIA ഇറങ്ങിയതും തൊട്ടു പിന്നാലെ ED സത്യസരണി കണ്ടുകെട്ടിയതും. അങ്ങനെ പൂട്ടിക്കെട്ടിയ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനായി സക്കാത്ത് ആവശ്യപ്പെടുന്നത്. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലല്ലേ? നോക്കൂ ആരിഫ് ഹുസൈൻ, ഈ സത്യസരണി മഞ്ചേരി ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പേജുണ്ട്. ആ പേജിൽ ഇത് 10 മണിക്കൂർ മുമ്പ് പോലും അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മർക്കസുൽ ഹിദായ സത്യസരണി ഇസ്ലാം സ്വീകരിച്ചവർക്കും പാരമ്പര്യ മുസ്ലിങ്ങൾക്കും പ്രാഥമിക ഇസ്ലാമിക പഠന കോഴ്സ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യം, പഠന കാലയളവിൽ ഭക്ഷണം, വസ്ത്രം, ചികിത്സ, പഠന സാമഗ്രികൾ എന്നിവ നൽകുന്നു. പോസ്റ്റുകൾ മാത്രമല്ല, ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവരുടെ പ്രവർത്തകർ പലയിടങ്ങളിലും പരസ്യമായിട്ട് തന്നെയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 23 ഉള്ള ഒരു പോസ്റ്റ് നിങ്ങളതിൽ നോക്കിയാൽ കാണാൻ പറ്റും. പെരുമ്പാവൂരിൽ ഇവരൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. അതിന് മുമ്പ് ഫെബ്രുവരി 15 സത്യസരണി ബോർഡ് വെച്ചിട്ട് തന്നെയാണ് വെട്ടേക്കോട് സമ്മേളന നഗരി. പ്രധാനപ്പെട്ട ഈ മുസ്ലിം ഇസ്ലാം മതസമ്മേളന നഗരികളിൽ ഒക്കെ ഇവരുടെ സാന്നിധ്യം ഇവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സത്യസരണിയുടെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയിരിക്കുകയാണ്. സത്യസരണിയും PFIയും തമ്മിലുള്ള ബന്ധം അത് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി PFIയെ നിരോധിച്ചതാണ്, അതേപോലെ നിരോധിക്കപ്പെട്ടതാണ് സത്യസരണിയുടെ പ്രവർത്തനം. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായി വ്യാപരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഞാനിതിൽ ആദ്യം ചോദിക്കുന്നത്, ഇത് അടച്ചു പൂട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണ് എൻ്റെ സംശയം. മാത്രമല്ല, ഇപ്പം ഈ ഒരു വിഷയം ഇപ്പം നമ്മളിവിടെ ഒരു വാർത്ത എന്നോണം ഇത് നമ്മൾ വിളിച്ചറിയിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇതിനെ കുറിച്ചൊരു ചർച്ച എന്ന് പറയുമ്പോൾ നമ്മളിത് അന്വേഷിക്കുകയാണ്. ഇത് എവിടെയൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്ത് വന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ തപ്പി നോക്കിയിട്ട് ഈ അവസാനം വരെയും നോക്കിയിട്ട് ജനം TV യിലും ജന്മഭൂമിയിലും അല്ലാതെ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഇത് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, അതോ ഇത് വേറെ ആരെങ്കിലും ഇത് വാർത്ത കൊടുക്കാൻ മെനക്കെടാത്തത് കൊണ്ടാണോ ഇങ്ങനെ വരുന്നത്, അതോ ഇത് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോലും മടിക്കാത്തതാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉണ്ട്. ഒരു വശത്ത് അതാണ്. രണ്ടാമത്തേത്, അടച്ചുപൂട്ടി ഇതിനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഇത് അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്ന് ഇതിന് ഒരു വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ട്. കട പൂട്ടി എന്ന് തന്നെയായിരുന്നു അതിന് നമ്മൾ ടൈറ്റിൽ ഇട്ടത്. അപ്പോൾ അങ്ങനെ തന്നെ കട പൂട്ടുന്ന തരത്തിലുള്ള ഒരു നീക്കം അന്ന് ഒരുപാട് സ്ഥാപനങ്ങളുടെ പേര് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ സത്യസരണി മഞ്ചേരിയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പേരൊക്കെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അത് പൂട്ടി എന്നുള്ള ഒരു രൂപം തന്നെ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് വെച്ചുകൊണ്ട് അത് നടത്തിയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ വ്യക്തികൾ തന്നെ മുന്നോട്ട് വന്നിട്ട് ഇതിനു വേണ്ടി ഫണ്ട് പിരിവ് നടത്തുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഈ സത്യസരണി സംബന്ധിച്ചിട്ടുള്ള ചില ഒളി ക്യാമറ ഓപ്പറേഷൻസ് ഒക്കെ പണ്ട് നടന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും, 2017 കാലഘട്ടത്തിലൊക്കെ. അപ്പം അന്ന് അവിടെ ചെല്ലുന്നു, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ അന്വേഷിക്കുന്നു. ഇന്ത്യ ടുഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ അതിൽ അവിടെയുള്ള PFIയുമായി നേരിട്ട് ബന്ധമുള്ള സ്ത്രീകളൊക്കെ ആയിരുന്നു അവിടെ ഓൾറെഡി വർക്ക് ചെയ്തിരുന്നതും അവർ ഇതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളവിടെ കാണും. വീണ്ടും നമ്മളിത് പറയുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി ഇവിടെ വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ ഘട്ടത്തിലൂടെയും പോയി അത് കണ്ടും പരിചയമുള്ള, അതല്ലെങ്കിൽ അതോടൊപ്പം ഇതിൽ വന്നിട്ടുള്ള ആളുകൾ നമ്മളടുത്ത് അനുഭവം പറഞ്ഞിട്ടുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു സെന്റർ, ഒരു പള്ളിയൊക്കെ ആയിട്ട് ഒരു ചിത്രീകരണമൊക്കെ കാണിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ പറയുന്ന സത്യസരണി എന്ന് പറയുന്നത്. അതായത് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മതം മാറ്റവും അതിനു വേണ്ട ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിനും അവരുടെ സർവൈവൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അവിടെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൂടാതെ ഇപ്പോൾ ഹാദിയ അഖിലയുടെ വിഷയത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാം, അവിടെ ഒരു സൈനബ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ നമുക്ക് അവിടെ കാണാം. ഈ സൈനബ ഈ പറയുന്ന ഇതേ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. അപ്പം എങ്ങനെ നോക്കിയാലും വളരെയധികം ഈ മതം മാറ്റവും അതുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും അവർക്ക് ആ വഴി എളുപ്പമാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന, അത് നേരെ ചൊവ്വ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതുപോലെ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചിട്ട് പോലും നടത്തുന്നതിന് അവിടെ വഴി വെക്കുന്നു എന്നുള്ളത് നിരന്തരം തെളിവുകൾ ലഭിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഓപ്പറേഷൻസ് പത്രങ്ങൾ തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും അത് അടച്ചു പൂട്ടി എന്ന് പറഞ്ഞിട്ടും ഇപ്പൊ വീണ്ടും ഇത് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു? അപ്പൊ നമ്മളുടെ നിയമ സംവിധാനങ്ങൾ സത്യത്തിൽ ഇത് താഴിട്ടങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ആ വഴിക്ക് അങ്ങ് പോവുകയാണോ എന്നൊരു ചോദ്യം. എന്തായാലും അതല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇപ്പോൾ അത് രണ്ടാമത് പൊങ്ങി വരുന്നു എന്ന് പറയുമ്പോഴാണ്. പക്ഷെ അത് നമ്മൾ കാണുന്നത് ഇവരെത്ര ലാഘവത്തോടു കൂടിയാണ് ഇങ്ങനെ പൂട്ടിയൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചാരണം കൊടുക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഭീകരത എൻ്റെയൊക്കെ മനസ്സിലൂടെ പോകുന്നത്. കാരണം നമ്മളൊക്കെ ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു, പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിക്കുന്നു, ഇത്തരം തീവ്രവാദ സ്വഭാവങ്ങളുള്ള ആളുകളെയൊക്കെ കൂച്ചുവിലം ഇടാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നൊരു ധൈര്യം അതിൽ നടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയൊരു ഒമിഷനായിട്ടാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ വീണ്ടും ഇത് ചെയ്യുന്നു. പച്ചയായിട്ട് പുറത്തു വന്ന് ഓപ്പണായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് അടക്കം കാണിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ചെയ്യുന്ന ഒരു കാഴ്ച വരുമ്പോൾ ഇത് സത്യത്തിൽ ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളോടുള്ള ഒരു മതിപ്പ് കുറയുന്നതിനും ഈ സംവിധാനങ്ങളുടെ കാര്യക്ഷമത സംബന്ധിച്ചിട്ട് കാര്യമായൊരു സംശയം ഉടലെടുക്കുന്നതിനും കൂടിയല്ല ഇത് വഴിവെക്കാന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് സംഭവിച്ചത്? അവർ ഇതിനെ പുല്ലുവില കൽപ്പിക്കുന്നതാണോ എന്നതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ടാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? കാരണം ഇത് അത്ര ലാഘവത്തോടു കൂടി എടുക്കേണ്ട വിഷയമല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഇസ്ലാമിക തീവ്രവാദവും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഈ പ്രണയം നടിച്ചുകൊണ്ടുള്ള മതം മാറ്റലും എല്ലാം നടക്കുന്ന ഒരു വലിയൊരു പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ പറയുന്ന സത്യസരണി എന്ന് പറയുന്നത്. അത് ഇത്ര ലാഘവത്തോടുകൂടി കാണുന്നത് എങ്ങനെയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്, നമ്മളെ നിയമ സംവിധാനങ്ങൾ അത് നടപ്പിലാക്കേണ്ട ബോഡീസ്, സെക്യൂരിറ്റി ബോഡീസ്, അവർ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണണം. ഇത് ചെറിയ ഒരു കുട്ടിക്കളിയല്ല എന്ന രീതിയിൽ കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയത്തെ എടുക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോലും മുന്നോട്ട് വരാത്തൊരു അവസ്ഥയും കൂടി നമ്മളിവിടെ കാണുമ്പോൾ അതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം ആ ഒരു നിലയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വിദ്യാസാഗർ ഗുരുമൂർത്തി, ED കോൺഫിസ്കേറ്റ് ചെയ്ത സമയത്ത് അവരിറക്കിയ ആ പ്രസ് റിലീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സത്യസരണി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, മഞ്ചേരി, മലപ്പുറം, പ്രോപ്പർട്ടി ഹാസ് എ ബിൽഡിംഗ്
constructed on it which runs a religious conversion center under the pretext of an educational institute. Land gifted to Satyasarani by purported donor. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കൂ, അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി കണ്ടുകെട്ടിയ ആ സ്ഥാപനം ഇപ്പോഴിത് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആഹ്വാനം ചെയ്യുകയാണ്, ഈ പരിശുദ്ധ റംദാൻ വേളയിൽ നിങ്ങൾ സക്കാത്ത് ചെയ്യണം, നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ബിൽഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ അടച്ചുപൂട്ടിയ ബിൽഡിംഗ് തന്നെയാണ് ഇപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ നമ്മുടെ ഏജൻസികൾ അടച്ചു പൂട്ടിയതിന് ശേഷം അവരവരുടെ പണി കഴിഞ്ഞു അങ്ങ് പോയതാണോ? മാത്രമല്ല, കേരള പോലീസിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലേ, സ്വാഭാവികമായിട്ടും. ഇങ്ങനെ അടച്ചു പൂട്ടിയ ഒരു സ്ഥാപനം, അതെന്തിൻ്റെ പേര്, തീവ്രവാദ പ്രവർത്തനം, അതിൻ്റെ പേരിലാണല്ലോ അടച്ചു പൂട്ടിയത്. അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിക്കുമ്പോൾ, അത് കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇവിടുത്തെ പോലീസിനും ഉത്തരവാദിത്തമില്ലേ? ഇത് കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ആ ഒരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് അവർ നിറവേറ്റുന്നില്ല എന്നും പരിശോധിക്കേണ്ടതല്ലേ? നോക്കൂ, ഇതില് അങ്ങിപ്പോ വായിച്ച ED-യുടെ അത് ഏത് ഡേറ്റഡ്, എന്നാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. മുന്നത്തെയാണോ? എൻ്റെ സംശയം അങ്ങനെയാണ്. ഏതാ 18/10/2024, അതായത് ഒക്ടോബർ ചെയ്താണോ? ഒക്ടോബറിലെ റെയ്ഡാണോ? അതെ. ഈ PFIയുടെ നിരോധനത്തിന് ശേഷം ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഏകദേശം 20ഓളം സ്ഥാപനങ്ങൾ. മാത്രമല്ല 56.56 കോടിയാണ് ഇതുവഴി അവർ 35 immovable properties which were held in the name of following trusts individuals by PFI worth rupees 56.56 crore have been attached by ED. അത് 18 ഒക്ടോബർ 2024 ED-യുടെ റിപ്പോർട്ടാണ്. അതെ യെസ്. അപ്പൊ റീസെന്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കേട്ടു ED വീണ്ടും അവിടെ അടച്ചുപൂട്ടി എന്നൊരു വാർത്ത ഞാൻ നമ്മുടെ ചില മാധ്യമങ്ങളിലൂടെ കേട്ടു. ജന്മഭൂമിയിലൂടെയും പിന്നെ ജനൻ TVയിലൂടെയാണ് കേട്ടതെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നത്. കാരണം അവര് ഫേസ്ബുക്കിൽ വളരെ വിപുലമായിട്ട് ഇത് ഇങ്ങനെ ആഘോഷം പോലെ ആക്കിയിട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു അത്. അപ്പൊ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് വ്യക്തതയില്ല. പക്ഷേ ഇതിലൊരു കാര്യം ഉറപ്പാണ്, ഈ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പോരായ്മയാണിത്. അതായത് ഇഫ്താർ പാർട്ടിക്ക് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ നേരത്ത് അവനും അവിടെ പോയി പൂച്ചയെ പോലെയും പട്ടിയെ പോലെ ഇരിക്കുന്നോണ്ടാണ് ഇവർക്ക് ഈ പേടിയില്ലാത്തത്. അതിപ്പോ സത്യമല്ലേ ഇത്? കാരണം രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങുവരെയൊക്കെ നിങ്ങൾ എന്താ ചെയ്യാൻ നോക്കട്ടെ എന്നുള്ള ആ ധാർഷ്ട്യമല്ലേ അത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പൊ ഞാൻ ABC എന്ന് പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും തലയിൽ പിന്നെ ആ സമയത്ത് പിന്നെ ടവലും ഇട്ടിട്ട് പോയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഐ എം നോട്ട് നെയിമിങ് വൺ, എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും ഈ പറഞ്ഞ ഇഫ്താർ പാർട്ടികൾ പോയിരിക്കും. ഇഫ്താർ പാർട്ടികൾ ഒരു ക്യാച്ച് ആണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല എപ്പോഴും. ഇഫ്താർ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ വരുതിക്ക് നിർത്താനുള്ള ഒരു ക്യാച്ച് ആണ്. അതായത് എന്താണ് പറയാ, ഒരു ഇര കൊടുത്തിട്ട് മീനിനെ പിടിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. VD സതീശൻ സ്വന്തം നിലയ്ക്ക് ഇഫ്താർ പാർട്ടി നടത്താറുണ്ട്, അതായത് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക്. മുഖ്യമന്ത്രിയുടെ ഭാഗം ഒഫീഷ്യൽ വേറൊന്ന്, ഇങ്ങനെ എല്ലാവരും നടത്തുന്നുണ്ട്. അതിലെല്ലാവരും പോയിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ ഇത്രയും സ്നേഹം കുടുംബാംഗങ്ങൾ പോലും തമ്മിൽ ഉണ്ടാവില്ല. അത്ര സ്നേഹമാണ് അവിടെ വഴിഞ്ഞൊഴുകുന്നത്. അപ്പൊ പിന്നെ PFI ആരെയാണ് പേടിക്കേണ്ടത്? PFIക്ക് മറ്റൊരു രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ അംഗീകാരങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഒരുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാണ്. മഞ്ചേരിയിലെ ഈ ഭീകര കേന്ദ്രം നമുക്കറിയാം, ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കോഴിക്കോട് നിന്നോ കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ഒരു ചെറുപ്പക്കാരിയോ മതം മാറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടി ഇവര് പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്നത് അവിടെയാണ്. 40-50 ദിവസത്തെ ട്രെയിനിങ് ആണ് അവിടെ. മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ്. അത് കഴിഞ്ഞ് ഇവൻ പുറത്തു വരുന്നത് ഒന്നാമത്തെ ലക്ഷണമൊത്ത ജിഹാദിയായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ ഹിന്ദുവോ മുസ്ലിമോ എന്ന പേര് മാറ്റുക, ക്രിസ്ത്യാനി എന്ന പേര് മാറ്റുക പോലും വേണ്ട. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിൽ നടന്നിട്ടുള്ള ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട്, ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല, സിറിയയിൽ കൊണ്ടുപോയ പെൺകുട്ടി, ക്രിസ്ത്യൻ കുട്ടി. ഇവൻ ക്രിസ്ത്യാനിയായിട്ടാണ് അവളെ പരിചയപ്പെട്ടത്. എന്നിട്ട് പ്രേമം നടിച്ചിട്ട് വേറൊരു മുസ്ലിമിനും 2 മുസ്ലിങ്ങൾക്ക് കൈമാറുക ചെയ്തത്. അപ്പൊ പേര് മാറ്റാതെ തന്നെ മതം മാറ്റിക്കൊണ്ട്, പേര് മാറ്റാതെ തന്നെ മതവും ആശയവും മാറ്റിക്കൊണ്ട് മസ്തിഷ്കം മുഴുവൻ മാറ്റി വെക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ മസ്തിഷ്കം മാറ്റി വെക്കുമ്പോൾ വേറെ മസ്തിഷ്കം വെക്കില്ല. കക്കൂസ്താങ്കം നേരെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. മസ്തിഷ്കം അതുവരെ പരിചയിച്ചിരുന്ന സാമൂഹ്യ ജീവിതവും മറ്റെല്ലാം, എല്ലാ സാമൂഹ്യ ബോധവും
എല്ലാ സഹിഷ്ണുതയുടെ പാഠങ്ങളും മാറ്റി വെച്ചിട്ട് പിന്നെ ഈ സാധനമാണ് ഇപ്പൊ കിതാബ് കലക്കി ഒഴിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് യാതൊരു മാനുഷിക പരിഗണനയും ഇതര ജീവികൾക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഇതിലൊരു മേജർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സത്യസരണി ഇങ്ങനെ കുറെ കാലമായിട്ട് നമ്മുടെ സമാജത്തിൽ പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം ഇങ്ങനെ ഒരു പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം പുലിയൊന്നും ഇല്ല, ഇവരൊക്കെ വളരെ നല്ലവർ തന്നെയാണെന്നൊരു ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർത്തകൾ സഹായിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം വരികയാണ്. കാരണം ഇവർ പറയും ഞങ്ങളെ നിരോധിച്ചൊക്കെ ഇവർ വെറുതെ പറയാണ്, ഞങ്ങൾ ഇപ്പോഴും നന്നായി വർക്ക് ചെയ്യാണ്, ഞങ്ങളുടെ ഞങ്ങളുടെ ബിൽഡിംഗ് കണ്ടില്ല, ഞങ്ങളുടെ താത്തക്കുട്ടികളൊക്കെ എത്ര നന്നായിട്ട് തട്ടോട്ട് നടക്കുന്നു എന്നത് വീഡിയോ കാണിക്കുകയാണ് അവര്. സോ ഇറ്റ് ഈസ് എ ചാലഞ്ച് ടു ദ കോമൺ സൊസൈറ്റി ദാറ്റ് വി ആർ സ്റ്റിൽ വർക്കിംഗ്, വി ആർ നോട്ട് ആന്റി സോഷ്യൽസ്. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധരൊന്നുമല്ല, ഞങ്ങളെ സാമൂഹ്യ വിരുദ്ധരെ ചിത്രീകരിക്കുകയാണെന്ന് അവരുടെ പൊതുവായ വാദത്തിന് വീണ്ടും ബലം വയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ വാർത്തകളിൽ ചിലത് കണ്ടിട്ടുള്ളത്. അതിനെപ്പറ്റി യാതൊരു ആധികാരിക പഠനവും നടന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സന്യാസി ഇതേപോലെ ഈ പോസ്റ്റ് ഇട്ടിരുന്നു, അതായത് സത്യസരണി അടച്ചുപൂട്ടിയെന്ന്. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ സന്യാസി പോസ്റ്റ് ഇട്ടിരിക്കുന്നു, അയ്യോ തെറ്റിദ്ധാരണയാണ്, പൂട്ടിയിട്ടില്ല, ആ വീഡിയോ കണ്ടവർ ഇട്ടിരിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ നമ്മൾ സ്വയം പിന്നെ ചമ്മട്ടി എടുത്ത് പുറത്തടിക്കുന്നവരുടെ അവസ്ഥയാണിത്. സെൽഫ് ഫ്ലാജലേഷൻ എന്ന് പറയും അല്ലെ, അങ്ങനെ സംഭവിക്കുകയാണ്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ വാർത്തകളുടെ ആധികാരികത, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള റിസർച്ച്, ഇതിലിപ്പോ ഈ അങ്ങ് വായിച്ചത് ഞാൻ വായിച്ചതായിട്ടുള്ള രണ്ടും ഒന്ന് തന്നെയാണ്. അത് 18/10/2024 ഇറക്കിയിരിക്കുന്നതാണ്. ദാറ്റ് വാസ് എ ലാസ്റ്റ്. അതിനുശേഷം ഞാൻ ഈ ഇന്റർനെറ്റ് മുഴുവൻ ഇട്ടിട്ട് പോയിട്ടും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അല്ല, ഞാൻ ഈ 10 മണിക്കൂർ മുമ്പ് അതിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഈ സത്യസരണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റില്. സത്യസരണി ഇടുന്നുണ്ട്. 10 മണിക്കൂർ മുമ്പ് ഇട്ടിട്ടുണ്ട്. വളരെ സജീവമാണ് അവർ. അല്ല, അടച്ചുപൂട്ടി എന്നുള്ളത്, അടച്ചുപൂട്ടി എന്നുള്ളതിനെ പറ്റിയുള്ള റിപ്പോർട്ട് എനിക്ക് ഇന്റർനെറ്റിൽ മൊത്തം കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ആകെ കിട്ടിയത് 18/10/2024 ഒരു റിപ്പോർട്ട് മാത്രമാണ്. അത് വെച്ചിട്ടാണ് ഈ 56 കോടികളുടെ അറസ്റ്റ് പറയുന്നത്. അപ്പൊ എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് സത്യസരണി നമ്മുടെ സമൂഹത്തിനകത്തിരിക്കുന്ന അതിഭീകരമായ, കേരളം അതിന്റെ മടിത്തട്ടിൽ ഒരു വലിയ അണുബോംബ് വെച്ച് കിടന്നുറങ്ങുകയാണ്. കേരളത്തിന്റെ മടിത്തട്ടിലാണ് മഞ്ചേരി എന്ന സ്ഥലം അതീവ സുന്ദരമായ സ്ഥലമാണ് കാണാനും. ആ മഞ്ചേരിക്ക് ഒരു പ്രശാന്തി ഉണ്ട്. ആ മഞ്ചേരി അശാന്തിയുടെ കേന്ദ്രമായി നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ട് തുടങ്ങിയിട്ട് 10-20 വർഷമായിട്ടേ ഉള്ളൂ. അത് ഈ PFIയുടെ പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ്. അതുകൊണ്ട് ആ അശാന്തിയുടെ കള പറിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? PFIയുടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ട് പോലും PFIയുടെ ബുദ്ധി കേന്ദ്രം പൂട്ടാൻ, ഇപ്പോ CPMന്റെ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് AKG സെന്റർ പൂട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോയത്. അവിടുത്തെ പ്രവർത്തനം മുഴുവൻ നടക്കുന്നു. പിന്നെ പിണറായി വിജയനെ ഇറക്കം അറസ്റ്റ് ചെയ്ത് എന്ന രീതിയിലാണ് ഇപ്പൊ വാർത്ത വരുന്നത്. ഇതിലൊരു വിശ്വാസ്യതയുടെ കുറവുണ്ട്. മാത്രമല്ല, എനിക്കറിയാവുന്ന 2 കുട്ടികളെ കോഴിക്കോട് പെരുമണ്ണ ഭാഗത്തു നിന്ന് 2 പെൺകുട്ടികളെ ഇതുപോലെ ഒരു 10 വർഷം മുമ്പ് സത്യസരണി കൊണ്ടുപോയതാണ്. അപ്പൊ നമ്മളവിടെ നമ്മുടെ പല ആളുകളും അവിടെ ചെന്നപ്പോൾ അത് അതിഭീകരമായ കേന്ദ്രം തന്നെയാണ്. അവിടുന്ന് ജീവനോടെ പുറത്തു വരിക, സത്യം പറഞ്ഞാൽ കേരളത്തിനകത്തൊരു താലിബാൻ ആണ് ഈ സത്യസരണി. എന്തുകൊണ്ടാണ് താലിബാൻ എന്ന് പറയുന്നത്? താലിബാൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് അർത്ഥമുള്ളൂ, അതായത് വിദ്യാർത്ഥി. അപ്പൊ ഇവിടെയും വിദ്യാഭ്യാസം നൽകുന്ന, ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു കോളേജ് എന്ന രീതിയിൽ, ഒരു വിദ്യാലയം എന്ന രീതിയിൽ, കലാലയം എന്ന രീതിയിൽ മാത്രമാണ് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അവർ മാസ്കറേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരങ്ങനെ എളുപ്പത്തിൽ പൂട്ടാൻ പറ്റില്ല എന്ന ചിന്തയായിരിക്കാം. പക്ഷെ ഒരൊറ്റ നടപടി, ഒരു റെയ്ഡ് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാവേണ്ടതില്ല. ഞാനും അതിശയിച്ചു. ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ മാതൃഭൂമിയിലോ മനോരമയിലോ എവിടെങ്കിലും ഒരു കോണിലെങ്കിലും അവർ കൊടുക്കേണ്ടതല്ലേ? എന്തായാലും അവരുടെ അച്ചാരം വാങ്ങി തിന്നുന്ന കൂട്ടാണ് രണ്ടും, എങ്കിലും കൊടുക്കേണ്ടതല്ലേ? ഞങ്ങളെ വേണ്ടപ്പെട്ട സ്ഥാപനം പൂട്ടിയെന്നെങ്കിലും കൊടുക്കേണ്ടതല്ലേ? അങ്ങനെയൊന്നും കൊടുത്തു കാണുന്നില്ല. അതാണ് അറ്റ്ലീസ്റ്റ് ദേശാഭിമാനി എഴുതേണ്ടതല്ലേ? പിന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന, സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം നൽകുന്ന ഇസ്ലാമിക കേന്ദ്രം പൂട്ടിയെന്ന് ദേശാഭിമാനി എഴുതേണ്ടതാണ് ആദ്യം. അതെ, സിറാജോ ചന്ദ്രികയോ അല്ലെങ്കിൽ തേജസ്സോ അല്ല ഞാൻ ഇസ്ലാമിക കാര്യങ്ങൾ വായിക്കാൻ എടുക്കാറ്. ദേശാഭിമാനി കാണും അത്. കാരണം ഇന്ന് ഏറ്റവും വലിയ സപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ജിഹാദികൾക്ക് ഇവിടെ. അപ്പൊ ഞാൻ നോക്കി, അതിലില്ല. പിന്നെ വീക്ഷണം പത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, അതിന്റെ കോപ്പി എവിടെയോ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഉണ്ടോ? വീക്ഷണം ഉണ്ടോ? ഉണ്ട്, ഒരു മൂലക്കുണ്ട്. ആയിക്കോട്ടെ, ഞാൻ കണ്ടില്ല, എവിടെയും കാണുന്നില്ല. എന്താണെന്ന് അറിയാം, ആകെ 10 പേരെ വായിക്കും തോന്നുന്നു.
ഏതായാലും നമ്മൾ രണ്ടുപേരും കണ്ടില്ല, ഇനി ജാമിദ ടീച്ചർ കണ്ടോന്നും കൂടി ചോദിക്കാം. ജാമിദ ടീച്ചറെ കണ്ടോന്ന് പരിശോധിക്കണം. ഞാൻ എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്താൻ, ടീച്ചർ പറയട്ടെ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇത് വലിയൊരു ക്യാൻസർ ആണ്, സമൂഹത്തിന്റെ നടുവിലിരിക്കുന്ന വലിയൊരു, നമ്മളെ നോക്കി പല്ലിളിക്കുകയാണ്. കോയെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഞങ്ങളുടെ പ്രവർത്തനം നിൽക്കുന്നില്ല. ഞങ്ങൾ വേണ്ട പോലെ മതം മാറ്റുന്നുണ്ട്, ആളുകളെ കൊണ്ടുവരുന്നുണ്ട്, അവിടെ പാർപ്പിക്കുന്നുണ്ട്, അവരെ മനസ്സ് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. ഇസ്ലാമിക ദാവ എന്ന് അവർ പറയാം, ദാവ പ്രവർത്തനം, അതായത് മതപ്രചരണം. ഈ മതപ്രചരണത്തിന്റെ പേരിൽ അന്യമത നിന്ദയും അസഹിഷ്ണുതയുമാണ്. അന്യമത നിന്ദയും അസഹിഷ്ണുതയാണ് പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ ചിലർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഏറ്റവും ഫൈനസ്റ്റ് മതം, നിങ്ങളൊക്കെ അത്ര പോരാ എന്ന രീതിയിൽ. അത് ശരിയായ നടപടിയല്ലല്ലോ. അപ്പൊ അവിടെ ആ ഒരു സംഗതിയിലാണ് നമുക്ക് ഇവരോടൊക്കെ ദേഷ്യം വരുന്നത്. ഞങ്ങൾ ഏറ്റവും ഫൈനസ്റ്റ് മതം, നിങ്ങളൊക്കെ പോരാത്തവര് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതല്ലേ ജാക്കിർ നായിക്കൊക്കെ പറയുന്നത്, ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ബാക്ടീരിയ ഗ്രോസ് ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ ബീങ്സ്. ഈ രോഗാണുക്കള്, ബാക്ടീരിയ അണുക്കളൊക്കെ വേഗത്തിൽ വളരും, എണ്ണത്തിലും കൂടും. അതുകൊണ്ട് അത് ബുദ്ധിയുള്ളതാണെന്നോ അത് ഏറ്റവും നല്ലതാണെന്നൊന്നും അർത്ഥമില്ല. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അല്ല കേട്ടോ, ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് ആണ്. ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് ആണ്. അതായത് ബേർജനിങ് ഗ്രോത്ത് വരും. അതായത് ബേർജനിങ് ഗ്രോത്ത് ആണ് ഇസ്ലാം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് പലയിടത്തും ഇങ്ങനെ ഇതുപോലെ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിച്ചിട്ടും, അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു 2 കുഞ്ഞുങ്ങളെ താങ്ങാൻ കെൽപ്പുള്ള രാജ്യത്ത് 20 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയൊക്കെയാണ് അവർ പലയിടത്തും ഇങ്ങനെ ചെയ്യുന്നത്, ഇന്ത്യയിലടക്കം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സത്യസരണി പോലെയുള്ള അക്രമം പഠിപ്പിക്കുന്ന, വളരെ സട്ടിലായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടിയോ എന്ന വാർത്തയിൽ എനിക്ക് ഇതുവരെ സ്ഥിരീകരണമില്ല. ഇല്ലെങ്കിൽ അത് ഉടൻ അടച്ചുപൂട്ടിയില്ലെങ്കിൽ PFI നിരോധിച്ചുകൊണ്ട് കാര്യമില്ല. PFI നിരോധിച്ച നേതാക്കന്മാരെക്കാൾ വലിയ അപകടകാരികളെ ഇവർ ഓരോ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു കാര്യം കൂടി, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് പേരും അഡ്രസ്സും അടങ്ങിയ ബോർഡ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കോഴിക്കോട് മീഞ്ചന്തയിൽ യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. നിരോധിത സംഘടന ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം. അതും നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാമിദ ടീച്ചർ, PFI നിരോധിച്ചു. പക്ഷേ PFIയുടെ ഹൃദയം ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യസരണി. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമ്മേളനങ്ങളിലും അവരുടെ സജീവ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല അത് സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീഡിയോ സത്യസരണിയുടെ ചെയർമാൻ അത് പുറത്ത് വിട്ടത്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ടീച്ചർ, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട് എല്ലാം കൊണ്ടും വല്ലാതെ വിചിത്രമാണ്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചു. SDPI ഇതാ നിരോധിക്കാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. ഏതാനും നേതാക്കളെ നിരോധിച്ചത് കൊണ്ട് SDPIയോ പോപ്പുലർ ഫ്രണ്ടോ ഇല്ലാതാകുകയോ നമ്മുടെ നാട്ടിൽ നിന്ന് തീവ്രവാദം അങ്ങ് പൊയ്പോകുകയോ ചെയ്യുമെന്ന് ആർക്കും ധാരണയില്ല. മറ്റണികൾ എന്തു ചെയ്യുന്നു? ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് 3 ദിവസം മാത്രം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് 5 ലക്ഷം ആളുകളെന്നാണ് നമ്മുടെ മുക്കാൽ മീഡിയയൊക്കെ എഴുതിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾ പങ്കെടുത്ത ഒരു ലോക മഹാജന സമ്മേളനം. ആ ബാക്കി അണികൾ എന്ത് ചെയ്യുന്നു? അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഗ്രൂപ്പുകൾ പോലും ഇപ്പോഴും സജീവമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ തന്നെ അവരുടെ കൊടിയിട്ട പ്രൊഫൈലുകളിൽ തന്നെ പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേരള ഹൈക്കോടതി ഭീകരവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞ 2 സംഘടനകൾ സജീവമായി നമ്മുടെ കേരളക്കരയിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യസരണി 100 വർഷം പഴക്കമുള്ള നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ കുറവായിരിക്കും. പക്ഷേ മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ട്. ആ മതപരിവർത്തന കേന്ദ്രങ്ങൾ മൗനത്തിൽ ഇസ്ലാം സഭ പൊന്നാനി പോലെയുള്ള, കോഴിക്കോട് തർബിയത്ത് പോലെയുള്ള ഈ മതപരിവർത്തന കേന്ദ്രങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടി നമ്മൾ പോയാൽ നമ്മൾ എത്തി നിൽക്കുന്നത് വേറെ ഏതെങ്കിലും അന്യ രാഷ്ട്രത്തിലെ ഭീകരവാദ തീവ്രവാദ സംഘടനകളുടെ പിന്നാമ്പുറത്തായിരിക്കും. സത്യസരണി എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിലേക്കുള്ള വഴി, സത്യത്തിലേക്കുള്ള പാത. അതായത് അള്ളാഹു മാത്രമാണ് ശരി, അതാണ് ശരീഅത്ത്. അത് അവസാനം ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതിനുവേണ്ടിയുള്ള സംഘടന തന്നെയാണ് നമ്മുടെ നാട്ടിലെ SDPIയും പോപ്പുലർ ഫ്രണ്ടും അതിന്റെ ചില പോഷക സംഘടനകളും എല്ലാം. ഇപ്പൊ മലപ്പുറത്തിന്റെ മണ്ണ്, അവിടെ തന്നെ ഇത് വളരും. ഹമാസിന്റെ നേതാവായിട്ടുള്ള
ഖാലിദ് മിഷേൽ വരാൻ തീരുമാനിച്ചിരുന്നത് എവിടെയായിരുന്നു? ഒടുവില് അദ്ദേഹത്തിന് ട്രാവൽ ബാനിങ് കിട്ടിയപ്പോൾ ഓൺലൈൻ വഴി ഒരു വെർച്വൽ മീറ്റിംഗ്, അപ്പോഴും അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടുകയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി തരത്തക്ക രൂപത്തിലുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന ഒരു വലിയ സന്ദേശം നൽകുവാണ്. അതുപോലെ കാശ്മീരില് ഇവര് ഹമാസുകാർ വന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അവരുടെ തന്നെ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളാണ് നമ്മൾ പാലക്കാട് തൃത്താലയിൽ എഴുന്നള്ളത്തിന് ആനയുടെ പുറത്ത് കണ്ടത്. നമ്മുടെ കേരളം അതിനെല്ലാം പറ്റിയ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവരുടെ തീവ്രവാദങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ. ഒരുപാട് ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ഈ സത്യസരണി എന്ന സ്ഥാപനത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ എത്തപ്പെട്ടത് നമുക്കറിയാം. മുസ്ലിം ചെറുപ്പക്കാരെ പ്രേമിച്ച് സത്യത്തിന്റെ പാത സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ഒരു അഭയ കേന്ദ്രമായി, ഒരു മത കേന്ദ്രമായി, ഇസ്ലാം വിരുദ്ധ ഹിന്ദു ക്രിസ്ത്യൻ കാഫിർ ഇങ്ങനെയൊക്കെ ആരോപിച്ചിട്ടാണ് ഈ സ്ഥാപനം ഇത്രയും കാലവും ഇതുപോലെയുള്ള ഇരകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നത്. അപ്പൊ ഇവർക്ക് അതിന് ഫണ്ട് വേണം, പണം വേണം. കാരണം ഇവർക്ക് വേണ്ടത് മുസ്ലിം വിരുദ്ധനായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് മോദി ഫോബിയ പടർത്തി വിട്ടിട്ടാണ് ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅ ഖുത്ബകൾക്ക് ശേഷം RSSനെയും BJPയെയും നരേന്ദ്രമോദിയെയും എതിർത്തേ പറ്റൂ, എന്നാലേ നമുക്കിവിടെ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള മെസ്സേജുകളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യസരണി അടച്ചു പൂട്ടി എന്ന് കേൾക്കുമ്പോൾ വലിയ ഒരു ആശ്വാസമാണ് നമുക്കുണ്ടാകുന്നത്. പക്ഷെ എന്തുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ ഇത് പറയാൻ ഭയപ്പെടുന്നു? അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണം. അതായത് മറ്റുള്ള അമുസ്ലിങ്ങളോട് ഇവർക്ക് അങ്ങേയറ്റം അമർഷമാണ്. അതുകൊണ്ട് സത്യസരണി എന്ന സ്ഥാപനം പൂട്ടിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. പക്ഷേ സത്യത്തിലേക്കുള്ള പാത, അതായത് അള്ളാഹുവിലേക്കുള്ള പാത, അത് പൂട്ടാൻ നമുക്ക് പറ്റില്ല. എന്തിന്റെ മറവിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്? വിദ്യാഭ്യാസം. ഈ ചാരിറ്റികളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ആതുര സംരക്ഷണം, അനാഥ സംരക്ഷണം. ഈ അനാഥകൾ എങ്ങനെ ഉണ്ടാകുന്നു? എന്നിട്ട് ഇവര് തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാണ്, അവർക്ക് ആതുര കേന്ദ്രങ്ങളൊന്നും ആവശ്യമില്ല എന്ന. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും മുസ്ലിങ്ങൾക്കാണുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹറാം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനും അവരെ നിർധരരും നിരാലംബരുമാക്കി മാറ്റാനും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഇവര് തന്നെയാണ്. പിന്നീട് ആ അനാഥകളെ ഉണ്ടാക്കിയിട്ട് അവരെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന രൂപത്തിൽ യത്തീം ഖാനകൾ, അതിന്റെ പിന്നിൽ കോടിക്കണക്കിന് പണം. പ്രവാചകനും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. സുരക്ഷിതമായി ജീവിച്ചിരുന്ന രാജ്യങ്ങളിലൊക്കെ ചാടിക്കേറി കൊള്ളയടിച്ച് അവിടെയുള്ള ആണുങ്ങളെയൊക്കെ കൊന്നൊടുക്കി, എന്നിട്ട് അവരെ തുണി പൊക്കി നോക്കി, അവര് രോമം വളർന്നവരെയൊക്കെ കൊല്ലുക, വളരാത്തവരെ വെറുതെ വിടുക. ആ രൂപത്തിലൊക്കെയാണ് പ്രവാചകനും ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുവരും. പിന്നീട് അവരാരാ? അടിമകൾ. അതായത് അടിമകളെ ഉണ്ടാക്കുക, അനാഥകളെ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുക. പിന്നീട് ആ സ്ത്രീകളെ വിധവാ സംരക്ഷണം എന്ന വ്യാജേന അവരെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയും വിവാഹം കഴിക്കാതെ കൂടെ കൂട്ടിയും ഒക്കെ കാണിച്ചു കൊടുത്തു. ഇതിന്റെയൊക്കെ ബേസിക് കിടക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലാണ്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ മറവിലാണ് മഞ്ചേരിയിലെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്ത് വിദ്യാഭ്യാസമാണ് ഇവരവിടെ നൽകിയിരുന്നത്? മതസ്ഥാപനമാണെങ്കിൽ മതബോധനം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മതപരിവർത്തന കേന്ദ്രമാണ് സത്യസരണി. അതാണിപ്പോൾ ED പൂട്ടിട്ടിരിക്കുന്നത്. നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ഈ സ്ഥാപനം തന്നെയുമല്ല കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്മെന്റ്, ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, കോട്ടയം ഹിദായത്തുൽ ഇസ്ലാം സഭ, കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ, കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ്, ഇതുൾപ്പെടെ 61 കോടി രൂപയുടെ പോപ്പുലർ ഫ്രണ്ട് സ്വത്തുവകകളാണ് ED റെയ്ഡ് ചെയ്തത്. ഇത് ചെറിയ സംഭവമല്ല. അതായത് ഏത് രൂപത്തിലുള്ള ഭീകരതകളും തീവ്രവാദങ്ങളും രാജ്യവിരുദ്ധതകളും പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാറ്റാണ് ഈ കേരളക്കരയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കിയ നിരവധി ലവ് ജിഹാദി കേസുകൾ, എത്രയോ കൊലപാതകങ്ങൾ. അതിന് ഒരു ഉദാഹരണം മാത്രമാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ. ആ രഞ്ജിത്ത് ശ്രീനിവാസനെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് കേട്ടാൽ നമ്മുടെ തല തരിച്ചു പോകും. ഒന്നാം പ്രതിയായിട്ടുള്ള ധനിയാസോ അയാളുടെ കയ്യിലിരുന്ന കൂടം കൊണ്ട് ഒരു ഒറ്റയടിക്ക് തലയോട്ടി ചിന്നി ചിതറി കഴിഞ്ഞിട്ട് പോലും മറ്റു 14 പേരും
അവര് തയ്യാറാക്കി കൊണ്ടുപോയ ആയുധങ്ങൾ വെച്ചിട്ട് ആ മൃതശരീരത്തിലേക്ക് കയറി ഇറങ്ങുമായിരുന്നു പ്രതികാരദാഹത്തോടെ. വരുന്ന മുമ്പ് രഞ്ജിത് ശ്രീനിവാസനെ അറിയില്ല, രഞ്ജിത് ശ്രീനിവാസൻ ഇവരെയും അറിയില്ല, ഇവരുമായിട്ട് യാതൊരു പകയുമില്ല. എന്താണ്? അന്യമത വിരുദ്ധത മാത്രം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ, ഇവരെ സംരക്ഷിക്കണമെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന ആയുധം കൊടുക്കണം, ഇവർക്ക് വേണ്ടുന്ന കേസുകൾ, ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതിന് ഇവർക്ക് വേണ്ടത് പണമാണ്. അപ്പൊ അതിന് കോടികളാണ് ഇവർക്ക് വേണ്ടത്. ആ കോടികളാണ് ഇവരുടെ കരങ്ങളിലേക്ക് ഈസി ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഐസിസ് റിക്രൂട്ട്മെന്റുകൾ നമ്മൾ എത്ര കണ്ടു. ഇന്നലെ 2 ദിവസം മുമ്പ് NIA ഒരു ഇന്റർവ്യൂ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയ സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷ, അതിനെ കൊണ്ടുപോയത് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന മുജാഹിദ് സംഘാടകനായ MM അക്ബറിന്റെ പീസ് സ്കൂളിലെ പ്രൊഫസർമാർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്ന റാഷിദ് അബ്ദുള്ള, അയാളാണ് ഈ പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോകുന്നത്. അവൻ 20 നിക്കറിട്ട് പൊട്ടിത്തെറിച്ചു. ഈ പെണ്ണിന് ഒരു മോളുണ്ട്. ഞാൻ ഇതുപോലെയൊന്നും ആയിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇനി ആരെങ്കിലും ഐസിസിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചും കണ്ടും വന്നാൽ മതി. എനിക്കിനിയും ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരണം. ഞാൻ വിചാരിച്ച ലൈഫ് ഒന്നുമല്ല ഇവിടെ കിട്ടിയത്. ഇവിടെ നമസ്കാരവും ദീനവും ഒന്നും അല്ല നടക്കുന്നത്, ഇവിടെ മറ്റു പലതുമാണ് നടക്കുന്നത്. ഞങ്ങൾ ഇതിനകത്താണ് ഇരിക്കുന്നത്. കെട്ടിയും പൊട്ടിത്തെറിച്ചതോടുകൂടി മോളെ വളർത്താൻ മാർഗമില്ല. ഇവിടെ നിന്ന് കെട്ടിയൊരുങ്ങി പോയത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ. അപ്പൊ ഇങ്ങനെ ഐസിസ് റിക്രൂട്ട്മെന്റുകൾ, കേസുകൾ, ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെ മതപരിവർത്തനം നടത്തി, ഇതിന്റെ ഒക്കെ പിന്നിലെ ആധാരശില സത്യസരണി പോലെയുള്ള സ്ഥാപനങ്ങളാണ്. ഐസിസിലേക്ക് യുവതികളെ റിക്രൂട്ട് ചെയ്തതിന്റെ പേരിൽ 2011 ഓഗസ്റ്റിലാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഷീന ഫർസാന, നാസർ, ഇവര് സത്യസരണിയിലെ മെയിൻ പ്രവർത്തകരായിരുന്നു. ഏതു മാധ്യമമാണ് ഈ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തത്? നമ്മൾ ഇത് തുറന്ന് പറയുന്നതിന്റെ പേരില് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ചെറുതല്ല. ഇപ്പോ ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മുൻനിർത്തി ഇസ്ലാം മത തീവ്രവാദികൾ എന്റെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവളെ ഞാൻ തീർക്കും എന്ന് പറയാൻ ഇവർക്ക് കഴിയണമെങ്കിൽ ഇവർക്ക് നല്ല രൂപത്തിൽ ബാക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലേ? ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാമിദായെ തീർക്കണം. 1ാം നമ്പറാണ് ജാമിദ. നമ്പർ 2 ആരിഫാണ്. നമ്മൾ ഇത് ലളിതമായി കാണരുത്. നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലും ഞാൻ എന്ന് ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിച്ചു പറഞ്ഞ ഒരു സ്ത്രീക്കെതിരെ എന്ത് ചെയ്യാനാണ് ഈ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്? ഒരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ബംഗ്ലാദേശിയുടെ മകനെ അവരിവിടെ കൊണ്ടുവന്നു. ടീച്ചർ, അത് പുറത്തു വിടാനും പറ്റില്ല. കാരണം അങ്ങേയറ്റത്തെ തെറിയാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത്, അല്ലേ? ഞാനത് കണ്ടതാണ്. അത് മാധ്യമങ്ങളിലൂടെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് പോലും അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. ഏത് രീതിയിൽ അവതരിപ്പിക്കും? അവസാനം മോദിയെ വകവരുത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. പക്ഷേ പോലീസിനും അറിയായിരിക്കുമല്ലോ, അല്ലേ? പോലീസിനും കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് ഈ സ്ത്രീക്കെതിരെ നടപടി എടുക്കുന്നില്ല? മാത്രമല്ല, ആ സ്ത്രീ നേരത്തെ ഒരു കൊലപാതക കേസിൽ പ്രതിയായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അതും പക്ഷേ അവരുടെ സ്വാധീനത്തിൻ്റെ പുറത്ത് അത് തേച്ചു മായ്ച്ചു എന്നും കേൾക്കുന്നു. എനിക്കറിയില്ല ഇതിലെ വസ്തുത. അതെ, ഇവര് ഇമ്മോറൽ ട്രാഫിക്കിന് ദുബൈയിലെ ജയിലിൽ 65 ദിവസം കിടന്ന സ്ത്രീയാണ്. ബംഗ്ലാദേശിയിൽ ഉണ്ടായ ഒരു കുട്ടിയെയാണ് ഈ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. എന്നിട്ട് ആ സ്ത്രീയെ മുൻനിർത്തി നമ്മളെയൊക്കെ വകവരുത്താൻ എവിടെയാ പോയിരിക്കുന്നത്? പിന്നെ നമ്പ്യാരെ, എന്റെ കുടുംബം ഭയങ്കര റിലീജിയസ് ആണ്. അവരെ മതപരമായ ചിട്ടവട്ടങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ്, യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ. ഞാൻ മതം വിടുന്നത് 2018 അവര് സ്വസ്ഥമായി അവരുടെ കുടുംബങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് പരുത്തിക്കുഴി പള്ളിയിലെ സെക്രട്ടറി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലം 25 കിലോമീറ്റർ അകലെയുള്ള എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോകുന്നു. ഈ 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഈ സ്ത്രീ ഹിന്ദു പ്രചാര സഭയിൽ ഏതാനും നാളുകൾ പോയിട്ടുള്ളതേ ഉള്ളൂ. ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞ് ആൾമാറാട്ടം കളിച്ചിട്ടാണ് എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോയിരിക്കുന്നത്. ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആർക്കും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നോട് ഇവർക്ക് ഇത്രയധികം വിരോധം? ഞാനുമായിട്ട് ഇവർക്ക് സംവാദത്തിന് വരാം. ആശയപരമായിട്ട് എനിക്ക് എന്റെ ആദർശം, എന്റെ വിമർശനം എനിക്ക് ഉന്നയിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇസ്ലാം മത വിമർശനം നിർത്തിയിട്ടില്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് വേട്ടയാടുമെന്നാണ് പറയുന്നത്. നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ ഈ ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ പൂരത്തെറി വിളിക്കുന്ന മുഹമ്മദിനെ വ്യഭിചാരിയെന്നും മുഹമ്മദിന്റെ മാതാവിനെ
വെടിയെന്നും പറയുന്ന ഈ സ്ത്രീ പറയുന്നത് ഖുർആൻ കുത്തുപുസ്തകമാണെന്നും ഖുർആൻ കത്തിക്കണമെന്നുമാണ് ഈ സ്ത്രീ ക്ലബ് ഹൗസിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്തിന്റെ പേരിലാണ് ഇന്ന് എനിക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാരുടെ കയ്യിൽ നിന്നും SDPIക്കാരുടെ കയ്യിൽ നിന്നും മുസ്ലിം തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ഇവർക്ക് പണം ലഭിക്കുന്നുണ്ട്. ആ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അതല്ലാതെ ആശയത്തോട് കൂറുള്ളത് കൊണ്ടല്ല. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സ്ത്രീ എന്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇവരുടെ മകൻ പറയുന്നു, I have 3 passports. എങ്ങനെ കിട്ടും 3 പാസ്പോർട്ട്? 3 കൺട്രിയിലെ പാസ്പോർട്ട് ഒരു യുവാവിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ അതിശയമാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവര് ഒലീവിയ എന്ന് പറയുന്ന ഒരു ഗാർമെന്റ്സിലും കയറി ചെന്നത് അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾമാറാട്ടം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് 5 രൂപയാണെങ്കിലും ശരി ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആരാണ് എന്ന് അന്വേഷിക്കണം. ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത്? എന്നിട്ട് പോയി ലോഡ്ജിൽ താമസിക്കാൻ എനിക്ക് പൈസ വേണം, ജാമ്യതായെ ഇല്ലാതാക്കാൻ എനിക്ക് പണം വേണം. ഇവരുടെ അക്കൗണ്ടിൽ പണത്തിന്റെ ഒഴുക്ക് നടക്കുന്നു എന്നാണ് അറിയുന്നത്. ഇവർക്ക് ഒരുപാട് രഹസ്യമായ ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരാരാണ്, ഈ ഗ്രൂപ്പിനകത്ത് ആരൊക്കെയാണുള്ളത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഇതിനു വേണ്ടിയുള്ള ഒരു യുദ്ധത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ നമ്പ്യാരെ, നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്ന് പറയുന്ന ഒരു ലേഡി എനിക്കെതിരെ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിൽ എന്റെ എക്സ് ഹസ്ബൻഡിനെയും മുന്നിൽ നിർത്തി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അവർക്ക് പള്ളി സെക്രട്ടറി സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് സംരക്ഷണമാണുള്ളത് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, ഈ കേരളക്കരയിൽ? എനിക്കും എന്റെ ഭർത്താവിനും മക്കൾക്കും ജീവിക്കാൻ എന്ത് സംരക്ഷണമാണുള്ളത്? ഇവർ നാളെ എന്റെ വീട്ടിൽ വന്ന് പൊട്ടിത്തെറിക്കില്ല എന്ന് ആര് കണ്ടു? ഞങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഇവരുടെ മുൻ ഹസ്ബൻഡാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവര് ബംഗ്ലാദേശിയുടെ മകനാണ് ഇവരുടെ കൂടെയുള്ളത് എന്ന് പറയുന്നു. ഇവർക്കപ്പോൾ എവിടെയാ? ഇവര് പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ലേ? ഏത് പള്ളി മഹല്ലിലെ സെക്രട്ടറിയാണ് ഇവരോടൊപ്പം എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോയത്? എന്നിട്ട് എന്റെ സിസ്റ്ററിന്റെ മകനുമായി സംസാരിച്ചു. ആ കുട്ടി പറഞ്ഞു, എന്റെ കോൾ റെക്കോർഡ് ചെയ്യരുത്. എന്റെ സിസ്റ്ററുടെ ഫോൺ നമ്പർ അടക്കം പുറത്തു വിട്ടിട്ട് 92 വയസ്സായ എന്റെ ഉമ്മ ആ വീട്ടിനകത്തുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ എന്റെ ഉമ്മയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം ആ ഫോണിലേക്ക് തെറി വിളിച്ച് ഒരുപാട് കോളുകൾ വരുന്ന കാരണം 2 ദിവസമായി ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്റെ സിസ്റ്റർ കരച്ചിലാണ്. സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കി അവിടെ ഇറങ്ങി നിന്നിട്ട് പറയാണ്, ഇവരെ ഒറ്റപ്പെടുത്തണം. ഈ മഹല്ല് കമ്മിറ്റിക്കാരുടെ ജാമിദയുടെ സിസ്റ്ററാണ്, ഇവരെ ഒറ്റപ്പെടുത്തണം. ഞാൻ കുറേയധികം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവരെ അടിക്കും. അവര് പാവങ്ങളാ, അവർക്ക് നിയമയുദ്ധമൊന്നും ചെയ്യാൻ അറിയില്ല. നമ്മളെ പോലെ ഇങ്ങനെ വാചാലമായിട്ട് വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ അവർക്ക് അറിയില്ല. അവര് നമസ്കാരം, മക്കള്, കുടുംബം, വീട് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകളാണ്. ഇവരുടെയൊക്കെ വീടുകളിൽ ആൾമാറാട്ടം കളിച്ച് കയറിപ്പോകാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്നൊരു ചാവേർ സ്ത്രീ വന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒന്നും ഇവരുടെ ചീത്തയെ ഭയന്ന്, ഇവരുടെ നാവിനെ ഭയന്ന് അനങ്ങുന്നില്ല എന്ന് വന്നാൽ സാധാരണക്കാരിയായ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിലും സാധാരണക്കാരായ ആളുകളെ ഇവരിങ്ങനെ വല്ലാതെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ പോകുന്നു, അവരൊഴിവാക്കിയ എക്സ് വൈഫിന്റെ സിസ്റ്ററെ കൊണ്ടുവരുന്നു ലൈവില്. ഇതെന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മക്കൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം. ഇല്ലാതാക്കാനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ബന്ധപ്പെട്ടവർ ഈ വിഷയം കൈകാര്യം ചെയ്തേ മതിയാകൂ. അല്ല, എല്ലാ അത്യാവശ്യം കിട്ടുന്നുണ്ട്, മാത്രമല്ല പോലീസിൻ്റെ സഹായം കിട്ടുന്നുണ്ട്. ടീച്ചർ, ഞാൻ വരാം. ഡോക്ടർ ജയരാജ്, സത്യസരണിയെക്കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. സത്യസരണിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയതാണ്, സ്ഥാപനം അടച്ചുപൂട്ടിയതാണ്, അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ചില തെളിവുകളാണ് ഞങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതാണ്. പക്ഷേ യൂണിറ്റി ഹൗസ് എന്ന പേരിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, അതിൻ്റെ ബോർഡും മറ്റെല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. കേരള പോലീസ് ഇതൊന്നും കണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ ഇവർ പല രീതിയിൽ ഇതിൻ്റെ ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പല പുതിയ പേരുകളിൽ ഇത് അവതരിക്കുകയും ചെയ്യും. ഇത് കൂണ് പോലെ പല സാധനങ്ങളും മുളച്ചു വന്നു. ഇതിനെയെല്ലാം നമ്മൾ തോണ്ടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമൊന്നുമല്ല. ഇപ്പോൾ NIA വന്ന് നിരോധനം ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് പുതിയൊരു പേരിൽ അത് അറിയപ്പെടുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു.
ഇൻ്റലിജൻസ് പറഞ്ഞു. പക്ഷേ അതിനോടൊപ്പം തന്നെ NIAക്ക് ഇവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നതും ഇതിനെ കണ്ടുകെട്ടുകയൊക്കെ ചെയ്യുന്നതും. അതിനുശേഷം പിന്നീട് എന്താ നമ്മൾ കണ്ടത്, SDPI എന്നുള്ള പേരിൽ ഇവർ ആ ഫണ്ടുകൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുകയും അതിലൂടെ ചേർന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല സംഘടനകളുമായി ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുകയും അതുമായിട്ട് ഇലക്ഷനെ നേരിടുകയൊക്കെ ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഫണ്ട് ഇൻഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പം അതിന് തന്നെ നിരോധനം വന്നാൽ വേറെ ഒരു പുതിയ പേരിൽ ഇപ്പോൾ സിമി എങ്ങനെയാണ് PFI ആയത് എന്നതുപോലെ PFI എങ്ങനെയാണ് SDPI ആയത് എന്നൊക്കെ ഇതിനകത്തുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പ് അനസ്യൂതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന് പൂർണ്ണമായിട്ടൊരു വിരാമം ഇടുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ വസ്തുതയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാരും ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത്. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന കാഴ്ചപ്പാടുള്ള ഒരു ഭാരതത്തിൻ്റെ പൗരൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് സ്പ്ലിൻഡർ ഗ്രൂപ്പുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ആളായിട്ടോ അർത്ഥമായിട്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവരെ സമൂഹത്തിൽ സ്റ്റേറ്റിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഡിവിജ്വൽസ് ആയില്ല, എനിക്കോ താങ്കൾക്കോ ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും സ്റ്റേറ്റിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും സ്റ്റേറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന വിവരങ്ങൾ, ആവശ്യപ്പെടുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും ഇൻ്റലിജൻസും ഒക്കെ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ കൂടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ഇവിടെ റെയ്ഡ് നടത്തുകയും ആ റെയ്ഡ് സ്റ്റേറ്റ് പോലീസിനെ പോലും അറിയിക്കാതെ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് പോലീസിനകത്ത് ഇനി ഇതേണക്കോലെ ഏതെങ്കിലും ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടൊക്കെയാണ്. അത് ഇല്ലയെന്നൊന്നും പറയത്തില്ല. ഇവിടുത്തെ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനമൊന്നും സർക്കാർ സംവിധാനം ഇല്ല. പല സ്ഥലത്തും ഇത്തരം സാധനങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ ഈ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറും. അവർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. ആ സ്ഥാപിത താല്പര്യങ്ങളിലൂടെ ആ വിവരം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പം നമുക്ക് ഒരു സംവിധാനം, സർക്കാർ സംവിധാനം എന്ന് പറയുമ്പോൾ പലവിധപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്നതാണ്. അതിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ലിവർ ചെയ്യാൻ പറ്റുന്ന പല ആളുകളുമുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾ മുതൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആളുകൾ വരെ ലിവർ ചെയ്യാനായിട്ട് പറ്റും. ചില ആളുകളെ മതത്തിൻ്റെ പേരിൽ ലിവർ ചെയ്യും, ചിലരെ സാമ്പത്തികമായി ലിവർ ചെയ്യും. അവർക്കറിയാം അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന്, എങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യണമെന്നും. ഇങ്ങനെ രാഷ്ട്രീയ സംഘടനകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയ പാർട്ടികളിൽ വരെ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നുമുണ്ട്. അതിപ്പം ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും മാത്രമല്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെക്കാനിസം അങ്ങനെയാണ്. നമ്മൾ അത്തരം രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊരു ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമുക്കിതിനെ എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പറയുന്നതുപോലെ തുടച്ചു നീക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മൾക്ക് അതിനെക്കുറിച്ച് ജാഗരൂകരായിട്ടിരിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള മോണിറ്റർ ചെയ്യാൻ പറ്റും. നേരത്തെ താങ്കൾ പറഞ്ഞു സംസ്ഥാനം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA മീഡിയയൊക്കെ വന്നത്. അതിനെ തുടർന്നാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം, അതുപോലെ സത്യസാരണി പൂട്ടിച്ചതെന്നൊക്കെ പറയുന്നു. എത്രയോ വർഷങ്ങളായിട്ട് സാർ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സത്യസാരണിക്കെതിരെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. കേരള പോലീസ് ആ ഏരിയയിലേക്ക് ഇതുവരെ പോയിരുന്നില്ല. ആ പോവാത്ത ഏരിയയിലേക്കാണ് NIA പോയത്. അപ്പോൾ കേരള പോലീസിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആരൊക്കെയോ പിന്തിരിപ്പിച്ചു, അങ്ങോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഈ പ്രീണനം തന്നെയല്ലേ സാർ? അതല്ലേ ഏറ്റവും വലിയ വിഷയം. അത് അവസാനിപ്പിക്കണ്ടേ? ആ പ്രീണനം അവസാനിപ്പിച്ചാൽ, താങ്കൾ നേരത്തെ പറഞ്ഞു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അത് അവസാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? അല്ല, ഇതിനകത്ത് ഇതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സായിബാബയുടെ പ്രവർത്തനങ്ങൾ, സായിബാബ സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാമല്ലോ. ആ പ്രവർത്തനങ്ങൾ ഇതുവരെ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു സുപ്രഭാതത്തിലാണ് ആനന്ദ് കുമാർ എന്ന് പറഞ്ഞ ആള്, അതിൻ്റെ ഹെഡായിട്ടുള്ള ആള്, വളരെ ഫിലോന്ത്രാപ്പിസ്റ്റ് ആയിട്ടുള്ള വളരെ നല്ല ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത് കൊടുത്ത് പകുതി വില തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് അദ്ദേഹത്തിന് പിടിച്ചു. അതുവരെ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളുടെ 2004 21 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്തതാണ്.
അദ്ദേഹത്തിനെതിരെ അന്ന് പലരും പറഞ്ഞിരുന്നു അത് ശരിയല്ല എന്നൊക്കെ. 2004 ഞാൻ വേണമെങ്കിൽ ആ റിപ്പോർട്ട് താങ്കൾക്ക് അയച്ചു തരാം. അന്ന് ആരും ചെയ്തില്ല, പക്ഷേ ഞാനത് ഇറങ്ങി തിരിച്ചു. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. അന്നേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്നത്. പിന്നെ വേറൊരു ലെവലിലായപ്പോൾ പലരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. അദ്ദേഹം ഇപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്തു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ത്വര അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 21 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് ഇന്നിപ്പോൾ സത്യമായിട്ട് ഭവിച്ചു. തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ് അനിലേട്ടാ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കപടമുഖമുള്ള അല്ലെങ്കിൽ ഇരട്ടമുഖമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെയെല്ലാം നമ്മൾ അവരെ അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കർത്തവ്യം. 2004 അത്ര റിപ്പോർട്ട് കൊടുത്തെങ്കിൽ അത് അഭിനന്ദനാർഹം തന്നെയാണ്. കാര്യം നേരത്തെ നമ്മൾ തിരിച്ചറിയുക, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രെഡിക്റ്റിംഗ് ഹ്യൂമൻ ബിഹേവിയർ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ആയി തീരുമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മീഡിയ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പം നോക്കൂ, ഈ സത്യസരണി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഏത് മാധ്യമത്തിൽ താങ്കൾക്ക് ഇത് കാണാൻ പറ്റും? ആരെ റിപ്പോർട്ട് ചെയ്യും? മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്ന ആരെങ്കിലും ഈ വഴിക്ക് വരുമോ? അല്ല, തീർച്ചയായിട്ടും വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വരില്ല. കാര്യം അവർക്കെല്ലാം കിട്ടേണ്ടുന്ന സ്ഥലങ്ങൾ, കിട്ടേണ്ടുന്ന രീതികളിൽ കിട്ടേണ്ടുന്ന ഫണ്ടുകൾ, കിട്ടേണ്ടുന്ന സഹായങ്ങൾ എല്ലാം ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ ഇത് മൊത്തം. അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവരുടെ വായടപ്പിക്കാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ ഇത് വാർത്ത പോലും ആവാത്തത്. അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവൾ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇത്രയും മൂർത്തമായ ഒരു സാഹചര്യത്തിലാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത്. ഇതിനു മുമ്പ് ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് വർക്ക് മാത്രമായിട്ട് ആരുടെയും കണ്ണിൽപ്പെടുന്നുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും പൊതുമധ്യത്തിൽ ഇത് ചർച്ചയായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അതൊരു ചർച്ചയാവുകയും ഇത്തരത്തിലുള്ള സാധനങ്ങളെ പൂർണ്ണമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ, കേരളം പോലെ ഒരു സമൂഹത്തിൽ നിന്ന് പിഴുതെറിയേണ്ടുന്ന ഒരു ആവശ്യകതയെക്കുറിച്ച് ആളുകൾ കൂടുതൽ ബോധ്യവാന്മാരാകുന്നത്. ഓക്കെ, ഈ ചർച്ചയുടെ ഉള്ളടക്കം ഉത്തരവാദപ്പെട്ടവർ അതിനനുസരിച്ച് നടപടി എടുത്താൽ മതി. ഡോക്ടർ ആരിഫ് ഹുസൈൻ, നേരത്തെ തന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ചു, അതായത് ഈ അടച്ച് പൂട്ടിയ ശേഷം അങ്ങ് പോയാൽ പോരാ, അവിടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഇവിടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ പരാജയമുണ്ട്, സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ പരാജയമുണ്ട്, IB എല്ലാ ഏരിയകളിലുണ്ട്. പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റീസിലെല്ലാം ഉണ്ട്, IBയുടെ പ്രവർത്തനമുണ്ട്. ഞാൻ ഇന്ന് കൃത്യമായിട്ട് ഈ വാർത്ത അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. NIA ഉണ്ട്, വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫെയിലിയർ അത് തന്നെയല്ലേ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഇതിനൊരു ഫോളോ അപ്പ് അതിലേക്ക് ആരും പോകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നാണല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ അത് ഫെയിലിയർ എന്നുള്ളത് ഒരു വശത്തുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ളതാണ്. ഈ ഒരു ഭീകരത, ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത്, നമുക്ക് പലതരം മതങ്ങൾ ഇവിടെ ഉണ്ട്, പലതരം ഭീകരതകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ഇസ്ലാമിക ഭീകരതയല്ലേ ഇവിടുത്തെ പ്രശ്നം. അത് അംഗീകരിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ ആ ഒരു വിഷയത്തെ അവിടെ മനസ്സിലാക്കി എന്നുള്ളത് വരണം. അത് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വരുന്നുണ്ട് എന്ന് നമുക്ക് കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പോൾ അതിൻ്റെ ഇരകളായിട്ട് കൂടി നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ ജാനകി ടീച്ചറുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കേണ്ടായി. അതെങ്ങനെയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. വ്യക്തികളെന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ഇവിടെ എക്സ് മുസ്ലിം എന്നൊക്കെ പേരെടുത്ത് ഇങ്ങനെ പേരിട്ട് നടക്കേണ്ടി വരുന്നു, എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു മതം വിടുന്നു, അതിൻ്റെ ബുദ്ധിമുട്ട് അവൻ്റെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഇനി കൂടിപ്പോയ അപ്പുറത്തെ അങ്ങാടിയിലുള്ള ഒരാളും കൂടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരാം. അതിനപ്പുറത്തേക്കൊന്നും പോകാനില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഐസിസും അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലവരും ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടി സഹകരണത്തോടു കൂടിയുള്ള നീക്കങ്ങളാണ് നമുക്കെതിരെയൊക്കെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുന്നത്. അതിനൊരു വലിയ സംവിധാനമുണ്ട്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഒരു ലോൺ വോൾഫ് അറ്റാക്സ് ആണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ലാതെ സംഘം ചേർന്നിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ഐസിസ് തന്നെ അവരുടെ തന്നെ ഒരു പുതിയ നിലപാടായിട്ട് കഴിഞ്ഞ റമദാനിൽ അവർ പുറത്തുവെച്ച ഒരു ആശയമാണ്. കഴിഞ്ഞ തവണയും വെച്ചു, അതിന് മുന്നേ തവണയും വെക്കണ്ടായി. അതായത് ഇനി നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങളാലാവുന്ന രീതിയിൽ നിങ്ങളാലാവുന്ന കെൽപ്പുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക. ഇതാണ് ഐസിസ് ഏറ്റവും ലാസ്റ്റ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കാൻ ഇവിടെ ആളുണ്ടായി. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ
ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഓസ്ട്രേലിയയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൽ PhD ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ആയിട്ട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരിലൂടെ നമുക്ക് കിട്ടുന്ന കാഴ്ച, ആ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയിൽ ഈ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആളുകളുടെ കണക്കെടുത്ത് കഴിയുമ്പോൾ അതിൽ 50%-ലധികം കുട്ടികളാണ്. എന്നുവെച്ചാൽ 50% കുട്ടികളെ ആണ് അവരിതിനകത്തേക്ക് ടാർഗറ്റ് ചെയ്തതിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവരെയാണ് ഈ ഒരു തീവ്രവാദത്തിൽ നിന്നും പുറത്ത് കടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 12-14 വയസ്സ് താഴെയുള്ള കുട്ടികൾ. ആ ഒരു മേഖലയിലുള്ള അവരുടെ കുട്ടികൾ വന്നു പെടുമ്പോൾ അവരെത്രത്തോളം ഇതിനകത്തേക്ക് ബോധപൂർവം ചെയ്യുന്നു, അവരെങ്ങനെ ഇതിനകത്തേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമുക്കിവിടെ കാണുകയാണ്. ഓസ്ട്രേലിയയിൽ ഏറ്റവും ഒടുവിൽ നടന്ന ചില അക്രമങ്ങൾ 17 വയസ്സും 16 വയസ്സുള്ള കുട്ടികളെയാണ് അവർ ഉപയോഗിച്ചത്. അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ കൊടുത്തു വിടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതെല്ലാം ഈ ഒരു വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്തു വെക്കുമ്പോൾ അതിലേക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഓരോ വഴിയും, അതല്ലെങ്കിൽ ഓരോ ഡോർ എൻട്രിയും അത് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന സത്യസരണി പോലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇതിൽ സ്റ്റേറ്റിന്റെ പങ്കില്ലേ, സെൻട്രലിന്റെ പങ്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാലോ, ഇന്റലിജൻസ് അവിടെ ഇത് തമ്മിൽ കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട സംഗതിയാണ്. അത് ഞങ്ങളുടെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട ഒരു സംഗതി അവിടെ ഇല്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ നമ്മൾ പഴി ചാരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെയാണ് നമുക്ക് ഇതിനകത്ത് മൊത്തം വിഷയം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ നമ്മളിവിടെ കാണുന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം, അത് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ആ ഒരു ഗൗരവം അത് മനസ്സിലാക്കുന്നതിലും അത് ഉയർത്തി പിടിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുന്നത് വരേക്കും അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്ന ആ നിലയ്ക്കുള്ള ഒരു നിലനിൽപ്പ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും താഴെ തട്ട് മുതൽ അങ്ങ് മുകളിലേക്ക് വരെ ഇത് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ ഷമ മുഹമ്മദ്, നമ്മളുടെ കോൺഗ്രസിന്റെ വക്താവ്, അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ട്വിറ്ററിൽ കണ്ടതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഒരുക്കിയ ഒരു ഇഫ്താർ വിരുന്നിൽ ഞാൻ പങ്കെടുത്തിരിക്കുന്നു. രാവിലെ ഞാൻ ഹോളി അവിടെ ആഘോഷിച്ചു. ഇപ്പോൾ വൈകിട്ട് നോമ്പ് തുറക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി, അവിടെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. അപ്പം ആരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എന്താണ് അവരുടെ മുന്നോട്ട് വെക്കുന്ന ആശയം? അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ലേ. ഇക്കാമത്തുദ്ദീനും ഹുക്കുമത്തെ ഇലാഹിയല്ലേ അവർ മുന്നോട്ട് വെക്കുന്നത്. അതെന്താണ് അതിൻ്റെ ഔട്ട്കം? ഇസ്ലാമിക രാജ്യമാണ്, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ലക്ഷ്യം വെച്ച് നടക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവരുടെ വേദിയിൽ, അവരുടെ ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു, അത് വലിയ തോതിൽ ഇതുപോലെ കൊട്ടിഘോഷിക്കുന്നു. ഇനി അത് മാത്രമാണോ? ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയല്ലേ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്? അവരുടെ മിഷൻ ഡോക്യുമെന്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന സംഗതികൾ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അവരതിന് കൂട്ടുപിടിച്ചത് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പിൻബലമുള്ള സംഘടനകളുടെ ആ രീതിയല്ല അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. SDPI ഈ PFOയുമായിട്ടുള്ള ബന്ധം നമുക്കറിയുന്നല്ലേ. ഇതെല്ലാം കൂട്ടി എടുത്ത് നോക്കുകയാണെന്ന് ഇതെല്ലാം ഒരു ചരട് പിടിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് എവിടെയാണ്? അത് ജമാഅത്ത് ഇസ്ലാമിൽ ആദ്യം എത്തും. ജമാഅത്ത് ഇസ്ലാമിൽ നിന്നും പിന്നെയും പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇസ്ലാമിലെത്തും. അപ്പോൾ ഇതെല്ലാം ഈ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നാണ് ഈ വരുന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. എന്ന് മാത്രമല്ല, ഇതിനെ നോർമലൈസ് ചെയ്ത് മാറ്റാണ്. ഈ തീവ്രവാദം ഒന്നും തീവ്രവാദമല്ല, നിങ്ങൾ പൂട്ടിയാലും പൂട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വഴിയൊക്കെ ഇവിടെ ഉണ്ട് എന്ന ഒരു എയർ അത് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ തീവ്രവാദം പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ട തിന്നേണ്ടി വരുമെന്നുള്ളൊരു ഭയം സൃഷ്ടിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും, വാർത്തയൊക്കെ വരും. ഈ ടിപ്പർ ലോറിയുടെ അപകടം പോലെയാണ്. ആദ്യത്തെ 2-3 ദിവസം കുറച്ച് വാർത്തയൊക്കെ ഉണ്ടാവും, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ കുശാലാണ് എന്ന രീതിയിലേക്ക് വരുന്നു. അതിന് കൂട്ടു നിൽക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഈ കേന്ദ്ര ഏജൻസി, കാരണം ഈ പണിക്ക് ഇറങ്ങി തിരിച്ച കേന്ദ്ര ഏജൻസിയാണല്ലോ, അവരാണല്ലോ ഇതിന്റെ വെട്ടി തുടങ്ങി അതിന്റെ വേരടക്കം കൊണ്ടുപോകേണ്ട ബാധ്യത വെട്ടി തുടങ്ങുന്ന ആളുകൾക്കല്ലേ. അപ്പം അതിന് മുകളിലുള്ള ഭാഗമൊക്കെ വെട്ടി, ജില്ലയൊക്കെ വെട്ടി, മരവും കൊണ്ടുപോയിട്ട് വേരിനി സ്റ്റേറ്റ് നോക്കിക്കോ എന്ന് പറയുന്നതിലും ശരിയില്ലല്ലോ. അത് മൊത്തം അത് കൈകാര്യം ചെയ്യേണ്ട ബാധ്യത അവർക്കുള്ളപ്പോൾ അതിൽ നിന്ന് കൈ കഴുകിയിട്ട് മാറി നിന്നിട്ട് ഇതുപോലെ ഈ സംഗതി ഇത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകാം എന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു ഈ വാർത്ത വേറെ എവിടെയും കണ്ടില്ല. അപ്പം അതിന്റെ കാരണം ഇത് പഴയ വാർത്തയാണ് എന്നുള്ളതാണ്. എന്നാൽ പഴയ വാർത്ത എല്ലായിടത്തും ഉണ്ടോ? അതുമില്ലല്ലോ.
പുതിയ വാർത്ത ആയിട്ട് എവിടെയും കണ്ടില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പഴയ വാർത്ത തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതും പല സ്ഥലങ്ങളിലും ഇല്ല. അന്ന് വാർത്ത ഒക്ടോബറിൽ വരുമ്പോൾ ഇത് ഈ പറയുന്ന ഏതാനും ചില ചാനലുകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് മീഡിയ അതിനകത്ത് കുറച്ച് വന്നിട്ടുണ്ട്. അല്ലാതെ മലയാളം മീഡിയ ഇത് വലിയ തോതിൽ ഏറ്റെടുത്തിട്ട് ഇതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ പ്രശ്നവൽക്കരിച്ച് അല്ലെങ്കിൽ ആ ഒരു സംഗതി എന്താണെന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആത്മാർത്ഥമായ ശ്രമം അത് നമുക്ക് കാണാൻ കഴിയില്ല. പലപ്പോഴും ഇവരൊക്കെ കൊടുക്കുന്ന വാർത്ത വായിക്കുമ്പോൾ തന്നെ പ്രൂഫ് എഡിറ്റിംഗ് പോലും മര്യാദയ്ക്ക് ചെയ്യാതെ ഈ കുത്തും കോമയൊക്കെ തെറ്റിച്ചിട്ടുകൊണ്ട് വായിക്കുന്ന ആളുകൾക്ക് ഇതെന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് വായന പോലും പകുതിക്ക് വെച്ച് നിർത്തുന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്ന് വെച്ചാൽ അത്രമാത്രം അശ്രദ്ധ അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു ഉദാസീനത നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് ഇവർ ഭയക്കുന്നത്, എന്തിനാണ് ഇവർ ഈ വഴി ഒരുക്കി കൊടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് അവരെയും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വിദ്യാസാഗർ ഗുരുമൂർത്തി, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ടത് PFI പോലുള്ള നിരോധിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ, അല്ലേ? സ്ലോലി. തീർച്ചയായിട്ടും അത് എന്താ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബേസിക്കലി ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ സംഘടനയെ നിരോധിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു അങ്കലാപ്പാണ്. കാരണം മതം എന്നത് അടിസ്ഥാന അവകാശമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൽ ആർട്ടിക്കിൾ 25, 26 ഒക്കെ പറയുന്ന പോലെ ഈ ഫ്രീഡം ടു പ്രാക്ടീസ് ആൻഡ് പ്രീച്ച് വൺസ് റിലിജൻ എന്ന ആ ഒരു സംഗതിയാണല്ലോ ഇവരെല്ലാവരും ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ബേസിക് സംഗതി അവിടെ കിടക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഇനി എന്തൊക്കെ ഈ PFI നിരോധിച്ചാലും നാട്ടിലുള്ള മദ്രസകളിലൂടെ ഇവർക്ക് ഇതേ കാര്യം നിർബാധം പഠിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വളരെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മത കേന്ദ്രീകൃത സമൂഹമാണ് മുസ്ലിം സമൂഹം. മറ്റു സമൂഹങ്ങളെക്കാൾ ഏറിയ തോതിൽ ചെറുപ്പത്തിലെ 4 വയസ്സിലെ കുഞ്ഞുങ്ങളെ മതം നിർബന്ധിതമായി പഠിപ്പിക്കുന്ന ഒരു വലിയ സംഘടനാ സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനാ സ്വഭാവമുള്ള ഒരു മതമാണത്. അപ്പൊ അതിൽ വന്ന് പൊട്ടിമുളച്ച ഒരു സംഘടനയെ നിരോധിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി എന്നതുകൊണ്ട് അതില്ലാതാവുന്നില്ല. ലോകം മുഴുവൻ ഇതൊരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്കാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോ ഇപ്പൊ എങ്ങനെയാ വെച്ചാല് PFI ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് 1921 ഇവർ ഇത്രയും വലിയ ക്രൂരമായ ഹൈന്ദവ വേട്ട നടത്തിയത്? അന്ന് PFI ഉണ്ടായിട്ടാ? അല്ല. അവരെ സംബന്ധിച്ച് മതം തന്നെ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ മതം തന്നെ അത്യന്തം സംഘടിത ആക്രമണങ്ങൾ നടത്താൻ കെൽപ്പുള്ള രീതിയിലാണ് അതിനെ മുഹമ്മദ് നബി പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ ഇറ്റ്സ് വെരി ഡിസൈൻ ദാറ്റ് കൈൻഡ് ഓഫ് അട്രോസിറ്റി ഇസ് ദേർ. ആ ഒരു ക്രൂരത, നൃശംസത ചെയ്യാനുള്ള ആ ഒരു ബേസിക് ബീജം എന്താണ്? ഇത് മാത്രമാണ് ദൈവം, മറ്റൊന്നും ദൈവമല്ല. അപ്പൊ തന്നെ എന്തായി? വർഗീയതയെ, അസഹിഷ്ണുതയായി. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇതുവരെ പ്രാർത്ഥിച്ചിരുന്ന ഒന്നും ദൈവങ്ങളല്ല, ഇനി ഇത് മാത്രമാണ് ദൈവം, അല്ലെങ്കിൽ ഇത് ഇദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്, ഇനി ആരും വരില്ല എന്നൊക്കെയുള്ള അടഞ്ഞ, അതായത് ഒരു തരത്തിലും ചർച്ചയ്ക്കോ ഡിസ്കഷനോ അല്ലെങ്കിൽ പിന്നെ ബ്രെയിൻ സ്റ്റോമിങ്ങിനോ ഒന്നും ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു മത സംവിധാനമാണത്. അതിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് 4 വയസ്സ് 3 വയസ്സൊക്കെ തുടങ്ങുമ്പോഴേ ഈ ഒരു സംഗതി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അത് എങ്ങനെ പഠിപ്പിക്കുന്ന വെച്ചാൽ അതീവ ഗുരുതരമായ മാനസികാഘാതമാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്. അടിച്ച് ചെരിപ്പെടുത്തിയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഫിസിക്കൽ ടോർച്ചർ ഭയങ്കര. അതെ, ഫിസിക്കൽ ടോർച്ചർ ഇസ് ടു ഹൈ ഇൻ മദ്രസാസ് ഓൾ ഓവർ ദ വേൾഡ്. കേരളത്തിലോ ഇന്ത്യയിലോ അല്ല. ഞാനൊരു മദ്രസയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എന്തോ അടിയാണ് അയാൾ അടിക്കുന്ന കുട്ടിയെ. ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. ചില ഹൈന്ദവ സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ തെമ്മാടിത്തരം നടക്കുന്നുള്ളൂ. രണ്ടും പറയണല്ലോ. ഞാൻ അങ്ങനെയും വീഡിയോ ചില അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടു. ചില ഹൈന്ദവ സ്ഥാപനങ്ങളും കുട്ടികളെ അനാഥാലയത്തിൽ അടിച്ച് ശരിപ്പെടുത്തുന്ന കണ്ടു. അപ്പൊ ഇതൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന് പൊതുവെ ബേസിക്കലി കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അനിൽജിക്ക് ഒബ്സർവ് ചെയ്തറിയാം, മനുഷ്യന് മനുഷ്യത്വം എന്നൊരു സാധനമേ ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അത്യന്തം അപകടകരമായ ഒരു മതസത്വചിന്തയും കൂടി കൊണ്ടുവന്ന, മത സംവിധാനം കൂടി കൊണ്ടുവന്നാൽ അത് വലിയ എന്താ പറയാ ആറ്റം ബോംബിന്റെ ഫലമല്ലേ ചെയ്യുക. 1. 2, സത്യസരണി ബേസിക്കലി എന്താണ്? സത്യസരണി അവർ പറയുന്നത് ഒരു റിലീജിയസ് എഡ്യൂക്കേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ മതപരമായ വിദ്യാഭ്യാസം എന്ന് അവർ പറയുമ്പോൾ ഈ പൊട്ടൻ സർക്കാർ എന്ത് വിചാരിക്കുന്നു? എല്ലാ മതങ്ങളെയും പോലെ മതത്തിന്റെ ഗുണങ്ങൾ പഠിപ്പിക്കുകയാണെന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഇതര മതത്തിൽപ്പെട്ട പോട്ടയിലെ ക്രിസ്ത്യാനികളുടെ പോട്ട ആശ്രമം എന്ന് പറയുന്ന പോലാണ്. അതും ഇതുപോലെ തന്നെ ഒരുപാട് കേസുകൾ, 900ഓളം ക്യൂരിയസ് ഡെത്തുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ്.
ക്രൂരമായി രോഗികൾക്ക് അമിതമായി മരുന്ന് കൊടുത്തിട്ട് കൊന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട ഈ രണ്ടു മതങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം ലോകം കൈയടക്കുക, മാക്സിമം ഭൂമി കൈയടക്കുക, മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ ഭരിക്കുക എന്നുള്ളൊരു വലിയ ഭരിക്കാനുള്ള ത്വരയാണ് ഇവരുടെ രണ്ടു കൂട്ടരുടെ ഉള്ളിലുള്ളത്. അതിൽ ക്രിസ്ത്യാനികൾ കുറെയൊക്കെ ഇതര സമൂഹങ്ങളിലായിട്ട് ജീവിച്ച് മറ്റു രീതിയിലൊക്കെ ഒന്ന് ഒതുങ്ങിയെങ്കിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും പോട്ടെ, കേരളത്തിൽ തന്നെയാണ് 900ഓളം ക്യൂരിയസ് ഡെത്തുകളാണ് നടന്നിട്ടുള്ള അവിടെ, മിസ്റ്റീരിയസ് ഡെത്തുകളാണ്. അതുപോലെ സത്യശരണി ചെയ്യുന്നതും ഇതേപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പ്രാക്ടീസിന്റെ പേരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ലവ് ജിഹാദിലൂടെയും മറ്റും പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് പഠിപ്പിക്കുകയാണ് മതം. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പെറ്റമ്മ കാല് പിടിച്ച് കരയാണ് കോടതിയുടെ മുമ്പിൽ നിന്ന്, മോളെ വിട്ടുപോകല്ലേ മോളെ എന്ന് കരയുമ്പോ ആ കാലുകൊണ്ട് അമ്മയെ തട്ടി മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് പോകുമ്പോ എന്ത് മാനുഷിക ബന്ധമാണ് അവിടെ ഉണ്ടാവുന്നത്? അങ്ങനെയല്ലേ നമുക്കൊരു കുട്ടി, അഖില എന്ന കുട്ടിയുടെ അറിയാമല്ലോ, അത് പിന്നെ ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, മതം മാറ്റുന്നതിന് കൃത്യമായിട്ട് ഇതില് PFI ഓഫീസുകൾ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ലീഫ്ലെറ്റുകളുണ്ടല്ലോ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹിന്ദു ബ്രാഹ്മിൻ ഗേൾ 5 ലക്ഷം രൂപ, ഹിന്ദു ക്ഷത്രിയ ഗേൾ 4.5 lakh rupees, ഹിന്ദു OBC SC ST 2 lakh rupees, ജെയിൻ ഗേൾ 3 lakh rupees. ഗുജറാത്ത് ഏതോ വിവരമില്ലാത്ത ഏതോരുത്തർ ഉണ്ടാക്കിയതാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല, അത് അല്ലല്ല. 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താണ്? ഈ ഇസ്ലാമിക സംഘം 5 ലക്ഷം, അത് ഏതോ ഒരുത്തൻ വിഡ്ഢി ഇതിന് ആവേശം മൂത്തിട്ട് ഉണ്ടാക്കിയ, അത് സത്യം പറഞ്ഞാൽ നമുക്ക് അത് ശരിയായ പ്രവചനമല്ല. 5 ലക്ഷം ഒന്നൊന്നുമല്ല, അവർ കുടുംബങ്ങളെ ഒന്നിച്ചാണ് മാറ്റുന്നത്. നിങ്ങൾ അറിയാത്തോണ്ടാണ്. ഇതിപ്പോ എനിക്കറിയാവുന്ന, നേരിട്ട് അറിയാവുന്ന 1-2 കേസുകളുണ്ട്. 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒന്നുമല്ല. ഇസ്ലാമിക സംഘടനകളെ സംബന്ധിച്ച് 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർ ചായ കുടിക്കാനുള്ള പൈസ തരുന്നില്ല. കോടികളുടെ ഡീലാണ് എല്ലാത്തിനും നടക്കുന്നത്. കോടികൾ അവർക്ക് കൊടുക്കുന്നല്ല, കോടികളുടെ ഡീലാണ് ഓരോ മതം മാറ്റത്തിലും വിദേശ രാജ്യങ്ങളെ വില പേശിക്കൊണ്ടുവരുന്നത്. അല്ല, ഒരാൾക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കും ചിലപ്പോ. അല്ലല്ല, അതൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്താണ്. എനിക്ക് അറിയാവുന്ന ഒരു നേരിട്ട് ഞാൻ ഇടപെട്ട കേസ് തന്നെയുണ്ട്. അത് ഇത്രയും തുകയൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. കാരണം അയാളുടെ ജീവിത രീതി അങ്ങേയറ്റം മാറി. ഇപ്പൊ ഒരു കാറ് വാങ്ങണേന്ന് 5 ലക്ഷം മതിയോ? പോരല്ലോ. അപ്പൊ അയാൾക്ക് ഒരു വലിയ കാറ്, സ്വിഫ്റ്റ് കാർ, അത്യാവശ്യം നല്ല കാറാണ് സ്വിഫ്റ്റ് കാർ വാങ്ങി കൊടുത്തിരിക്കുന്നു. അയാളുടെ മൊത്തത്തിൽ ജീവിത രീതി. അപ്പൊ 5 ലക്ഷം ഒന്നും കൊണ്ട് നടക്കില്ല. അപ്പൊ നമ്മള് ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് ഇതേ കാര്യം. അതായത് ഞങ്ങളുടെ കോഴിക്കോട് പിന്നെ ഒരു സംഭവം നടന്നു. ഇതുപോലെ ഒരു കുടുംബത്തിന്റെ ബാങ്കിൽ വലിയ കടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കടം ഇവർ അടച്ചു കൊടുക്കാന്ന് പാസ്റ്റർമാരെ സമീപിച്ചിട്ട് കടം മുഴുവൻ അടച്ചു കൊടുക്കുകയും വീട് പണിത് കൊടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത്രത്തോളം പണം മതപരിവർത്തനത്തിന് വേണ്ടി 2 മതങ്ങളും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഇവരിടിച്ചു നിരത്തുന്ന ചുവന്ന കുന്ന് ഹിന്ദുമതമാണ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് നാഥനില കളരിയാണ്. ഇവിടെ എന്ത് വേണേലും പറയാം, എന്ത് വേണേ. ഇപ്പൊ നേരത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞൊരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്, ശ്രീ സത്യസായി ബാബയുടെ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ആനന്ദ്കുമാർ. അയാൾ സ്വയം ഉണ്ടാക്കിയ സായി സംഘടനയാണത്. അത് പണ്ടേ തന്നെ സത്യസായി സംഘടന, ഒഫീഷ്യൽ സംഘടന, പത്രക്കുറിപ്പ് ഇറക്കിയതാണ്. 96-ൽ തന്നെ ഇങ്ങനത്തെ പല ജാതികളുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് 96-ലും 2000-ലും 2003-ലും ഒക്കെ അവര് പത്രക്കുറിപ്പ് ഇറക്കിയതാണ് സത്യസായി സെൻട്രൽ ഓർഗനൈസേഷൻ. ഇയാൾ 2004-ല് അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോൾ ഞാൻ അന്വേഷിച്ച് ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തതാണ്. അന്നേ തട്ടിപ്പ് ഇദ്ദേഹത്തിന്റെ രക്തത്തിലുണ്ട്. അത് നോക്കൂ, സത്യസായി സംഘടനകൾ ലോകം മുഴുവൻ ഗ്ലോബലി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അവരൊരിക്കലും ഇങ്ങനത്തെ ഇത് നോക്കൂ, ഇവിടെ രാഷ്ട്രീയക്കാരുടെ പ്രളയമല്ല. നിങ്ങൾ നോക്കൂ, അതിന്റെ രീതി തന്നെ നോക്കൂ. അപ്പോ ഈ ആനന്ദ്കുമാർ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരൻ ഒരു കാരണവശാലും പുട്ടപർത്തിയിൽ അയാൾ സത്യസായി ബാബയുടെ അടുത്ത് പോലും പോയിട്ട് എനിക്ക് സംശയമാണ്. അത്രയധികം സത്യസായി ഓർഗനൈസേഷൻ ആദ്യം മുതലേ തള്ളി പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ഇത്. കാരണം ഇയാൾ സ്വന്തമായിട്ട് സ്വകാര്യ സ്ഥാപനമാണ് ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ആനന്ദ്കുമാർ നടത്തുന്നത്. ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് ഇത് സത്യസായി സെൻട്രൽ ഓർഗനൈസേഷന്റെ ആണെന്ന് തോന്നിയാൽ ഇത് തെറ്റാണ്. അത് ഔദ്യോഗികമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അനിൽജി പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ പോട്ടയിലെ ആശ്രമം നടത്തുന്നത് പാസ്റ്റർമാരല്ല, കത്തോലിക്ക സഭയുടേതാണ്. കൃപാസനം കത്തോലിക്ക സഭയുടെയാണ്. ഇവിടെയൊക്കെ മതം മാറ്റം സജീവമാണ്. അപകടത്തിൽപ്പെട്ട ആളുടെ ബ്രെയിൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ശരിയായി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപകടത്തിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞു പോയ ആളുടെ ബ്രെയിൻ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കൃപാസനം പത്രത്തിൽ ഉടമ്പടി ഇട്ടപ്പോൾ ബ്രെയിൻ ശരിയായി എന്ന് പറഞ്ഞവർക്ക് പോപ്പ് കുറെ ദിവസങ്ങളുടെ ആശുപത്രിയിലാണ്. ഒരു കൃപാസനം പത്രം കൊടുത്തു വിടാനുള്ള ധൈര്യമോ ശക്തിയോ ഉണ്ടാവാത്ത എന്താണ്? അപ്പൊ ഇവിടെ മതവിമർശനം എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു അപകടവും, അതേപോലെ തന്നെ മതത്തെ ഈ നൂറ്റാണ്ടിലും എല്ലാ വൃത്തികേടും കാണിച്ച് മതം മാറ്റാൻ വേണ്ടി നടക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. 2 വിഭാഗക്കാരും ഈ മതപരിവർത്തനത്തിന് വേണ്ടി ചെയ്യുന്നതിൽ ഒരു വിഭാഗക്കാര്
മതം വെച്ചിട്ട് ആ മതത്തിന്റെ വലുപ്പം കൂട്ടാനും രാജ്യഭരണം എങ്ങനെങ്കിലും കൈയാളാനും വേണ്ടിയാണ് ചെയ്യുന്നത്. മറ്റവർ ചെയ്യുന്നത് ആളുകളെ മതം മാറ്റി തീവ്രവാദികളായി റിക്രൂട്ട് ചെയ്യാണ്. രണ്ടും ഡേഞ്ചറാണ്. ഒന്ന് ക്യാൻസറസ് ആണെങ്കിൽ മറ്റൊന്ന് ഹൃദയാഘാതം പോലെയാണ്. ഇപ്പൊ ഇസ്ലാം മതത്തിലേക്ക് മാറിയ ഒരു പെൺകുട്ടി ഉടനെ തന്നെ സിറിയയിൽ വിടുകയാണ്. ഉടനെ തന്നെ അവളെ ആട് മേയ്ക്കാനാണ് പോകുന്നതെന്ന് പറയുന്നത്. അവിടെ എന്തിനെത്ര കഷ്ടപ്പെട്ട് ആട് മേയ്ക്കുന്നത് പോയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പോയിട്ട് ആട് മേയ്ക്കാൻ പോകുന്നു പറഞ്ഞാൽ അവിടെ പോയി പൊട്ടിത്തെറിക്കുകയാണ്. അവിടുന്ന് ഇപ്പോ നമ്മുടെ ആറ്റുകാലിലുണ്ടായിരുന്ന ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രവാചകൻ ആട് മേയ്ച്ചിരുന്ന ആളാണ്. അപ്പൊ പ്രവാചകന്റെ ചര്യ പിൻപറ്റണമെങ്കിൽ ആട് മേയ്ക്കണം. അതെ, ആട് മേയ്ക്കണം. അതും കാട്ടു ഞാൻ. യൂറോപ്പിൽ നിന്നൊക്കെ 100 കണക്കിന് ചെമ്മരിയാടിനെ അവരുടെ ഗുഹ്യഭാഗത്തെ രോമം മാത്രം വെട്ടിയിട്ട് അവിടെ കൊണ്ട് കൊടുത്തിരുന്നു. അതെന്തിനാണെന്നുള്ളത് മനസ്സിലായില്ലേ? ആടിനെ ഭോഗിക്കാനാണ്. മനസ്സിലായില്ലേ? അത് പണ്ടൊരു തമാശ പറയും. ഒരു അറബി എയർപോർട്ടിൽ ചെന്നപ്പോ അറബിയോട് അവർ പേര് ചോദിച്ചപ്പോ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞു. ഏജ് ചോദിച്ചപ്പോ 56 എന്ന് പറഞ്ഞു. സെക്സ് വെച്ചപ്പോ അറബി പറയാണ്, മിണ്ടുന്നില്ല. അപ്പൊ വീണ്ടും ആ സ്ത്രീ ചോദിച്ചു, എന്താ നിങ്ങളെ സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ? ഉടനെ ഇയാൾ പറയാണ്, സംടൈംസ് ഈവൻ ക്യാമൽ എന്ന്. എന്നിട്ട് ആ മനുഷ്യൻ തന്നെ വേണമെന്നല്ലേ ഇവറ്റയ്ക്ക്? മനുഷ്യൻ തന്നെ വേണമെന്നല്ലേ ഇവർക്ക് ഭോഗം തീർക്കാൻ? ആടായാലും ഒട്ടകമായാലും ഇവരുടെ അടുത്ത് സേഫ് അല്ല. ഇത്രയ്ക്ക് കാമാന്ധമായ, അക്രമാസക്തമായ, അതീവ രൂക്ഷമായ മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ഇവർ സിറിയയിലേക്ക് കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ രണ്ടു കൂട്ടർ മതം മാറ്റുന്നുണ്ട്. ഒരു കൂട്ടരുടെ ഉദ്ദേശം മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് ഭൂമി കൈയടക്കുക എന്നുള്ളതാണെങ്കിൽ അത് വളരെ സൈലന്റ് ആയിട്ട് ശാന്തിയുടെ കവചം വെച്ചിട്ടാണെങ്കിൽ, മറ്റേ കൂട്ടർ ചെയ്യുന്നത് ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ അയാളെ ഉടൻ തന്നെ മതത്തിന് വേണ്ടിയുള്ള പോരാളിയെ നിയമിക്കുകയാണ്. കാരണം അടിമകൾ പൊട്ടിത്തെറിച്ച് ചെത്താൽ കുഴപ്പമില്ല, സ്വന്തം വീട്ടുകാർ പോകാഞ്ഞാൽ മതി. ഞങ്ങൾ നോക്കൂ, ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട പി കോയുടെ മക്കൾ ആരെങ്കിലും ഈ സിറിയയിൽ പോയിട്ട് ആട് മേയ്ക്കുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ ഇവിടെ നല്ല വൃത്തിയായിട്ട് മാർബിൾ കച്ചവടവും അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നടത്തി ജീവിക്കുന്നവരെ. ഈ പോകുന്നവരൊക്കെ ആരാണ്? സത്യശരണിയിലൂടെ മതം മാറ്റം ചെയ്യപ്പെട്ട ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളെയോ ആണ് അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിത്തെറിക്കാൻ വിധേയരാക്കുന്നത്. ഇങ്ങനെ ദുഷ്ടവും ക്രൂരവുമായ മത സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് തന്നെ അപകടകരമാണ്. അപ്പൊ ഈ ഇസ്ലാം മതം നിരോധിക്കുക എന്നുള്ളത് സാധ്യമാണോ? സാധ്യമല്ല. ഒരു മതവും നിരോധിക്കാൻ സാധ്യമല്ല. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെ സമാജത്തിന് മറ്റു സമൂഹങ്ങൾക്ക് ഭീഷണിയാവാത്ത വിധം ചെത്തി ഒരുക്കുന്നതിൽ സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ട്. ആ പങ്ക് അവർ വഹിക്കാത്തിടത്തോളം കാലം ഇത്തരം ക്രൂരമായ ചിന്തകൾ ഈ മതങ്ങളിൽ നിന്നുണ്ടാവുക തന്നെ ചെയ്യും. ജാമിദ ടീച്ചർ, എന്തായാലും ഇത്തരം ചർച്ചകളുടെ അടിസ്ഥാനത്തിലെങ്കിലും നമ്മുടെ ഏജൻസികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കും എന്ന് പ്രത്യാശിക്കാം, അല്ലേ? എത്തിക്കേണ്ടത് വ്യത്യസ്ത സ്ഥലത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവർ കൈകാര്യം ചെയ്യട്ടെ. എന്നോടാണോ? അതെ അതെ അതെ. ദുരൂഹ സാഹചര്യത്തില് നമ്മുടെ നാട്ടിൽ കാണാതായ അനേകം പെൺകുട്ടികളെ സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രത്തിലാണ് പിന്നീട് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത് എവിടെയും വാർത്തയായി നമ്മൾ കണ്ടില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2016 കാണാതായ ഒരു മിലിറ്ററി ഓഫീസർ ഉണ്ടായിരുന്നു, മിനി വിജയൻ, അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ. മിനി വിജയന്റെ മകള് അപർണ വിജയൻ. ഈ പെൺകുട്ടി ബിടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. സൈനബ എന്ന സത്യസരണി പ്രവർത്തകയാൽ വശീകരിക്കപ്പെട്ട ആതിര, അഖില, ഹദിയ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് വെച്ച് മതം മാറ്റപ്പെട്ട യുവതികളുടെ നീണ്ട നിരയേണ്ടി വരാടക്കം. 2019 സത്യസരണിയിൽ നടന്ന ഒരു റെയ്ഡില് ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട 70ഓളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള രേഖകളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് അന്ന് അവിടെ നിന്ന് കിട്ടിയത്. അഖില ഹദിയയുടെ കേസില് NIA കോടതിയിൽ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. അതുപോലെ ഷെഫിൻ ജഹാനുമായിട്ടുള്ള ഹാദിയയുടെ വിവാഹം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലായിരുന്നെന്നും സത്യസരണിയും പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് നടത്തിയ സംഘടിതമായ പ്രവർത്തനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഇരയായിരുന്നു ആ പെൺകുട്ടി എന്നുമായിരുന്നു. ഇന്ത്യ ടുഡേ സത്യസരണിയിൽ നടത്തിയ ഒരു ഒളിക്യാമറ ഓപ്പറേഷനില് ഇന്ത്യയെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് നമ്മുടെ രാജ്യം കണ്ടത്. 2011-നും 2015-നും ഇടയ്ക്ക് സംസ്ഥാനത്ത് 5975 ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചതായി സർക്കാരിന്റെ കണക്കുകളിൽ മാത്രം ഉണ്ടായിരുന്നത്. 2016 ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. 2015 മാത്രം 1410 പേരാണ് മതം മാറിയത്. പുതിയതായിട്ട് മതം മാറിയ ആളുകളിൽ 76% നിമിഷ ഫാത്തിമയെ പോലെയുള്ള 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകളായിരുന്നു. അപ്പൊ ഇവര് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നതിന്റെ മറവില് ഇവർ ഫണ്ടുകൾ പിരിക്കുന്നു. എന്ത് രൂപത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സത്യസരണിയെ പോലെ ഡസൻ കണക്കിന് മതം മാറ്റ ഫാക്ടറികൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഇത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തില് വലിയ രൂപത്തിൽ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം, മഞ്ചേരിയില്
ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് ഇവർ മഞ്ചേരി പോലെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പോപ്പുലർ ഫ്രണ്ടും SDPIയും അതല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ടും ഇതുപോലെയുള്ള സംഘടനകൾ മാത്രമല്ല ഉള്ളത്. ഇവർക്ക് ഒരുപാട് പോഷക സംഘടനകളുണ്ട്, ഇവർക്ക് ഒരുപാട് അസോസിയേഷനുകളുണ്ട്, ഇവർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുന്നതിന് ചില രഹസ്യമായിട്ടുള്ള കോഡുകളും അതിനുവേണ്ടി സിദ്ദീഖാപ്പനെ പോലെയുള്ള വ്യക്തികളുമുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ ലളിതമായ ഒരു വസ്തുതയല്ല. SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒരുപാട് ആളുകളെ ആക്രമിച്ച ചരിത്രമുണ്ട് എന്ന് കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതാണ്. അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട RSS പ്രവർത്തകനായ സഞ്ജിത്തിന്റെ ഭാര്യയുടെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞതാണ് ഇതെല്ലാം. 26-കാരനായ രാഷ്ട്രീയ സ്വയം സേവക സംഘ പ്രവർത്തകൻ സഞ്ജിത്തിനെ പാലക്കാട് എല്ലപ്പുള്ളി ഭാര്യയുടെ കൺമുമ്പിലിട്ടിട്ടാണ് SDPI കൊന്നത്. ഇവർക്ക് ഇപ്പൊ ടെറർ വിങ് എന്നും പറഞ്ഞൊരു വിങ് ഉണ്ട്, കില്ലർ വിങ് ഉണ്ട്, സൈബർ വിങ്, മീഡിയ വിങ്, ഫണ്ടിങ് വിങ്, ഇന്റലിജൻസ് വിങ്, ഇന്റലക്ച്വൽ വിങ്, സോഷ്യൽ വിങ്, പൊളിറ്റിക്കൽ വിങ്, റിക്രൂട്ടിംഗ് വിങ്, ജൂനിയർ ടെറർ വിങ്. കാരണം സിദ്ധാർത്ഥനെ അഭിമന്യുനെ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഫോറിൻ വിങ്, മിലിറ്ററി വിങ്. ഇത് സങ്കീർണവും രഹസ്യാത്മകവുമായ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ജിഹാദി ഗ്രൂപ്പുകൾ. ഇത് തന്നെയുമല്ല, രഹസ്യമായിട്ടുള്ള ബ്രിഗേഡുകൾ വേറെയുമുണ്ട്. ഓരോ ബ്രിഗേഡിലും 5 മുതൽ 20 വരെയുള്ള അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ചേർന്ന് വലിയ വലിയ ഗ്രൂപ്പുകളായി മാറുന്നു. വലിയ സൈനിക ബറ്റാലിയന്റെ മാതൃകയിലാണ് ഇവരുടെ ഓരോ കോച്ചിങ്ങുകളും നടക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അടങ്ങിയ ആയിരക്കണക്കിന് ജിഹാദി ഗ്രൂപ്പുകൾ പോപ്പുലർ ഫ്രണ്ടിനുമുണ്ട്, അതിന് SDPIയും അത് തന്നെയാണല്ലോ. വ്യത്യസ്തമായ കോഡുകളും അടയാളങ്ങളും വേഷവിധാനങ്ങൾ നമ്മൾ മെക്സവനിലൊക്കെ കണ്ടില്ലേ, അധികാര ചിഹ്നങ്ങൾ. നമ്മുടെ രാഷ്ട്ര ഭാഷ എന്ന് പറയും, നമ്മുടെ ദേശീയ പുഷ്പം, ദേശീയ മൃഗം, അതുപോലെ ഇതെല്ലാം ഇവരിലുമുണ്ട്. പാരലായിട്ട് നമ്മുടെ ഡെമോക്രസിക്ക് തുല്യം പാരലായിട്ട് ഇവരും അതുപോലെ ഒരു മതാധിപത്യ ഭരണഘടന, ദേശീയ ഗാനം അടക്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില മതപഠനശാലകള്, ആരാധനാ സംവിധാനങ്ങള്, പ്രത്യേകമായിട്ടുള്ള സംഗമ സ്ഥാനങ്ങള്, ഇവരുടെയൊക്കെ ആശയവിനിമയവും വളരെ വ്യത്യസ്തമാണ്. ISIS പോലെയുള്ള സ്ലീപ്പർ സെല്ലുകളുടെ മാതൃകയിലാണ് ഇവർ ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു രാജ്യം പണിയാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ MK ഫൈസി, അദ്ദേഹം ഖലീഫയുടെ കുപ്പായം തയ്ച്ചു വെച്ചിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് 61 കോടി രൂപ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇവർക്ക് 10 ലക്ഷത്തിലധികം സജീവ പ്രവർത്തകരുണ്ട്, കോടിക്കണക്കിന് അനുകൂലികളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ ഇവർക്ക് ഫണ്ട് നൽകുന്ന ആളുകൾ മാത്രമായിട്ടുണ്ട്. ഇത് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ മുഴുവനും വളർന്നു പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഇവരുടെ പ്രവർത്തനം കൂടുതലും യുവജനങ്ങളും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇടയിലാണ്. നമ്മൾ കണ്ടില്ലേ, ഒരു ആൽവിൻ എന്ന് പറയുന്ന ഒരു സാബിത്ത് ആൽവിൻ, ആ പയ്യനെ പോലെയുള്ള ആളുകൾ എന്താണ് ഈ പയ്യൻ വന്ന് വിളിച്ചു പറഞ്ഞത്? 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളുടെയൊക്കെ തല ഞാൻ എടുക്കും. വത്സൻ തില്ലങ്കേരി ഭാര്യയോട് വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ റെഡിയായിരുന്നോളാൻ പറ, വെള്ളസാരി റെഡിയാക്കി വെച്ചോളാൻ പറ. അപ്പൊ ഇവരെ എല്ലാം ഏറ്റെടുത്തിരിക്കുവാണ്. ഞങ്ങളാൽ ഇനിയും അടുത്തത് എടുക്കാൻ പോകുന്ന തലകൾ ഇന്നതാണ്. 74-ലധികം പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെ നിന്ന് കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലെത്താൻ ആദ്യപടിയായിട്ട് ഇവർ ചെയ്യുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായും മതപരമായും രാഷ്ട്രീയമായും ഇവർക്ക് വേരുറപ്പിക്കാൻ പറ്റുന്ന സകലമാന മേഖലകളിലും ഇവർ വളർന്ന് പടർന്ന് പന്തലിക്കുക എന്നതാണ്. 2ാം ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും അവർക്കൊരു ഗ്രിപ്പായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപയോഗിച്ച് എതിരാളികളെ ഒന്നുകിൽ കയ്യിലെടുക്കുക, അതല്ലെങ്കിൽ അവരെ തകർത്ത് കളയുക. അങ്ങനെ തങ്ങളുടെ ലക്ഷ്യം അതുവഴി സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ രീതി. അതിൽപ്പെട്ടതാണ് 2047 ഇവരുടെ ഒരു മിഷൻ. ഇന്ത്യയുടെ 100ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ വാർഷികത്തിന് മുമ്പ് ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റും എന്ന് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രഖ്യാപനമായിരുന്നു. അതിനുവേണ്ടി ഇവർക്കൊരു മാസ്റ്റർ പ്ലാനും ഉണ്ടായിരുന്നു, ഒരു രഹസ്യ ഇസ്ലാമിക അജണ്ട ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ. ചുരുക്കാം
അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ സജീവമായി അവർക്ക് വേരുറപ്പിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അവർ അവിടെ വേരുറപ്പിക്കുന്നു. ഇവരുടെ ഈ തീവ്രവാദത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളോ ഇസ്ലാം സംഘടനാ നേതാക്കളോ എതിർക്കാത്ത കാരണം അവരുടെ ഉള്ളിലും കിടക്കുന്നത് മത രാഷ്ട്രമാണ്. ഇൻഷാ അല്ലാ ഇൻകിലാബ്, അതിന് ഇവർക്ക് ബയോളജിക്കലി വളരാം, കാഫിറുകളെ ഇല്ലാതാക്കിയാലും വളരാം. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇവർ ഓരോരുത്തരും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷത്തോളം നേതാക്കളും കോടാനുകോടി വരുന്ന അണികളും പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതാനും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചതുകൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കുവാണ് എന്ന് വിചാരിക്കരുത്. അവര് അവരുടെ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഡോക്ടർ ജയരാജ്, എന്തായാലും ഈ അപകടം അത് ഇങ്ങനെ പതിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്? തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടതാണ്. അതിനോടൊപ്പം എനിക്ക് ചെറിയൊരു വിയോജനക്കുറിപ്പുണ്ട്. ഇവിടെ ഇപ്പം തമാശ എന്ന മട്ടിൽ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ ഒരു കമന്റ് ബെസ്റ്റിയാലിറ്റിയെ കുറിച്ച് സൂഫോലിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു മനോവൈകല്യമാണ്. അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് ആളുകൾ ബെസ്റ്റിയലായിട്ടുള്ള ഒരുപാട് ആളുകൾ എല്ലാ മതങ്ങളിലുണ്ട്. അതുപോലെ തന്നെ നെക്രോഫീലിയ ഉള്ള ഒരുപാട് ആളുകൾ ശവഭോഗം ചെയ്യുന്നവരാണ്. മൃഗഭോഗം ശവഭോഗം എന്ന് പറയുന്നത് മാനസിക വൈകല്യമുള്ള ആളുകളാണ്. അതിന് ഇന്ന ആളുകൾ മാത്രമാണ് ചെയ്യുന്നത്, ഇന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് അത് വളരെ എന്താണ് പറയുന്നത്, അതൊരു നല്ല കമൻ്റായിട്ട് എനിക്ക് തോന്നിയതിന് എനിക്ക് ആ തമാശ എൻജോയ് ചെയ്യാൻ പറ്റിയതുമില്ല. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് യൂറോപ്പിൽ നിന്ന് ട്രക്കുകളിൽ ഇഷ്ടംപോലെ ആടുകളെ ജിഹാദികൾക്ക് കൊണ്ടുകൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിപ്പം ഇന്ത്യക്കാരൻ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാരൻ വരുന്നു, അതുകൊണ്ട് പെൺകുട്ടിയെ ആടിനെയും കൂടെ അകത്ത് കയറ്റിയേക്കാൻ പറയുന്നു. ഇപ്പോൾ കാശ്മീരുകാരൻ പറയുമ്പോൾ അത് വേറെ രീതിയിൽ പറയുന്നു. ഇന്ത്യൻ പട്ടാളക്കാരൻ വരുന്നു, ആടിനെയും പെൺകുട്ടിയെ അകത്ത് കയറ്റി. ഓരോ കാര്യങ്ങൾ പറയുന്നത് അതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ അതൊരു മനോവൈകല്യമാണ്. അത് ജാതി മത വ്യത്യാസമൊന്നുമില്ല. അതൊരു മനോവൈകല്യമാണ്. അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അത് ചില ബീങ് എ സൈക്കോളജിസ്റ്റ് ഞാൻ പറയാണ്, അത് എല്ലാ തരത്തിലുള്ള ആളുകളെ പ്രത്യേകിച്ച് അത് പറയുന്ന ദുരാരോപണമാണ്. അത്തരത്തിലുള്ള ആരോപണം അവർ കാണിക്കുന്ന മറ്റു വൃത്തികേടുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ശരിയായ നടപടിയല്ല. അതൊരു അത് ആരെ കുറിച്ച് പറഞ്ഞാലും പറയുമ്പോഴല്ല എക്സ് മുസ്ലിം അവിടെ ഉണ്ടായിരിക്കും. ഞാൻ പറയും ജിഹാദി എന്നല്ല, ഏത് മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലും അതൊരു മനോരോഗമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു മനോരോഗമാണെന്നേ പറഞ്ഞുള്ളൂ. ഇയാൾ അങ്ങനെ അനിൽ നമ്പ്യാർ ഒരു സമയം തരണം. ഇത് തെറ്റിദ്ധരിപ്പിക്കൽ വേണ്ടി ഈ ചർച്ച അവസാനിപ്പിക്കാൻ നേരത്തെ സ്ഥിരം പരിപാടിയാണ്. നമ്മളുടെ ഈ സെന്റർ ഫ്രഷിന്റെ പരസ്യമാണ് എനിക്ക് ഓർമ്മ വരാറ്. സെന്റർ ഫ്രഷിന്റെ പരസ്യമാണ് എനിക്ക് ഓർമ്മ വരാറ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജയരാജൻ അറിയാൻ വേണ്ടിട്ട് പറയാണ്. ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ നിൽക്കട്ടെ. നമ്മൾ പറയുന്നത് ഇതൊരു ലൈംഗിക വൈകൃതമാണ്, ഒരു സംശയമല്ല. ഇതൊരു സെക്ഷൽ പെർവേർഷൻ ആണ്, സംശയമില്ല. പക്ഷേ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കിതാബിലുള്ള കാര്യമാണ്. ഇത് ബഹസ്തി സവർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉണ്ടാവുകയും ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ നമ്മളുടെ ദിയോബന്ദ് മദ്രസയിൽ നിന്നും ആ പുസ്തകത്തിൽ അത് കണ്ടെത്തി അവിടുന്ന് ഡിലീറ്റ് ചെയ്തതിന്റെ വിഷയം ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. ഈ പാർട്ടി ക്ലാസ്സിൽ നടക്കണോണ്ടുള്ള കുഴപ്പമാണത്. ഒന്നത് ഇതിവിടെ മദ്രസയിൽ ഇത് അതെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ടീച്ചറെ. അപ്പൊ ഇത്തരം സംഗതികൾ ഇവിടുത്തെ മദ്രസകളിൽ അടക്കം പഠിപ്പിക്കുന്നു. പക്ഷേ ഇതെന്താ വിഷയം? ഇത് ജിഹാദികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറും. സാധാരണ നമ്മളെ നാട്ടിൽ പോകുന്ന മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അത് ചെയ്യുന്നു എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ജിഹാദികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ വിഷയം? എന്താ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് വല്ല റിക്രൂട്ട്മെന്റ് വല്ല നടത്തുന്നുണ്ടോ ജിഹാദി ഓഫീസ് ഈ കൂട്ടത്തിലേക്ക്? നിങ്ങൾ എന്തിനാ വെറുതെ അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാത്തത്. ജിഹാദികൾ ചെയ്യുന്നുണ്ട്, മൃഗഭോഗം അതുപോലെ ശവഭോഗം ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയും. അത് ആര് ചെയ്താലും നമ്മൾ പറയണം. അത് ജിഹാദികൾ ചെയ്യുമ്പോൾ അത് പറയരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ കുഴപ്പമാണ്? നിങ്ങൾ മുണ്ടഴിച്ച് നോക്കും, മിക്കവാറും ജെട്ടി പച്ച ജെട്ടി ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ എന്തായാലും ജന ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.